എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. പിൻവിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകൾ പഠിച്ചും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കിയും ഒക്കെ നമ്മുടെ വെബിനാറിന്റെ ജേണി ആണെങ്കിലും പിൻവിള വർക്ക്ഷോപ്പുകളാണെങ്കിലും കോഴ്സസ് ആണെങ്കിലും നമ്മളിങ്ങനെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതായത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ കമ്പൾസറി ബിഹേവിയർ എന്നുള്ള വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട, നമ്മുടെ റിയൽ ലൈഫിനോട് ഏറെ കണക്റ്റഡ് ആയിട്ടുള്ള എങ്കിൽ നമ്മൾ പലപ്പോഴും പുറത്തു പറയാൻ സംസാരിക്കാത്ത ഒരു ടോപ്പിക്കും കൂടിയാണ് ഇന്ന് സാർ നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ ജസ്റ്റ് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി പോയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ലോക്ക്ഡ് ആണോ, ഒന്നും കൂടി കൺഫേം ആക്കും. പക്ഷെ ഇത് പലപ്പോഴും നമുക്ക് ആ ഒരു ടൈമിൽ നമുക്കൊരു റിലീഫ് കിട്ടുമെങ്കിലും പിന്നീട് ഇതൊരു ഡിസ്ട്രെസ്ഡ് ആയിട്ട് മാറാറുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ എല്ലാ രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വളരെ സാറിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നിസാവ് സാറാണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. പിൻബിൾ അക്കാദമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന CBT 5 days വർക്ക്ഷോപ്പ്, അതുപോലെ അഡ്വാൻസ്ഡ് CBT, DBT, BMT, സ്റ്റുഡൻസ് കൗൺസിലിംഗ് തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകളും വർക്ക്ഷോപ്പുകളും സാർ നടത്തി വരുന്നുണ്ട്. സാറിന്റെ തന്നെ CBT ഫോർ ചിൽഡ്രൻ നമ്മൾ ജനുവരി മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 5th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ ഇവിടെ തുടക്കം കുറിക്കാം. ആദ്യം തന്നെ ഇത്ര തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു വെബിനാറിലേക്കായി തന്നിവിടെ എത്തിയ എല്ലാവരെയും നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഒരു സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നിസാവ് സാറിനെ വെൽക്കം ചെയ്യുന്നു. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. എന്താണ് വിശേഷമൊക്കെ? ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ കറക്റ്റായിട്ട് പോവാം. പിന്നെ സാധാരണയായിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഈ ഒരു വെബിനാറിലേക്ക് വന്നിട്ട് കുറച്ചൊരു ചെറിയ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടും കുറച്ച് മറ്റ് സെഷന് ഇടപഴകൽ കൊണ്ടും നമുക്കൊരു ഫ്രീ വെബിനാറിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ഇനി മുതൽ എല്ലാ ആഴ്ചയും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഫ്രീ വെബിനാർ എൻ്റെത് തന്നെ ഉണ്ടാവും, നമുക്ക് ഓരോ ടോപ്പിക്കിലായിട്ട്. പിന്നെ അടുത്ത മാസം മുതൽ നമുക്ക് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ നമുക്കൊരു 1-2 മാസം കണ്ടിന്യൂറ്റ് ആയിട്ട് പോവാം. സൈക്കോളജി ഫീൽഡിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നേടാനും അതിൻ്റെ കൂടെ തന്നെ എനിക്കും ഒന്നുകൂടി പഠിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു മേഖല. അപ്പോൾ നമുക്കതിലേക്ക് പോവാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് റഹ്മത്ത് പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണ ലൈഫിൽ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെനിക്കുണ്ടോ, അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊരു വരുന്ന ഒരു ടേംസ് ആണ് കമ്പൽസീവ് എന്ന് പറയുന്നത്. കമ്പൽസീവ് ബിഹേവിയർ ഡിസോർഡർ എന്ന് സാധാരണയായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു നിർബന്ധിത ഒരു പെരുമാറ്റ വൈകല്യം എന്നുള്ളതിനാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരു പെരുമാറ്റ രീതികളോ ആണ് കമ്പൽസറി ബിഹേവിയർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രവർത്തനം അവർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി, ഡിസ്ട്രസ് പോലെയുള്ള കാര്യങ്ങൾ അവർ കുറഞ്ഞതായിട്ട് അവർക്ക് അറിയാൻ കഴിയും. കാരണം ഈ ഒരു ഒരു പെരുമാറ്റ രീതികൾ എന്താണ് അവർക്ക് ഒരു നിരന്തരമായിട്ട് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് റിലീഫ് ഉണ്ടാകും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അത് ചെയ്യണം എന്നത് തോന്നും. കാരണം നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ചിലപ്പോൾ പല മേഖലയിൽ, ജോലിയിൽ, പഠനത്തിൽ, അതേപോലെ റിലേഷൻഷിപ്പിലൊക്കെ ഇത് ഗൗരവമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ ആണ്. കാരണം ചെയ്തില്ലെങ്കിൽ അതിന് അവർക്ക് ആശ്വാസം ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം.
കാരണം അവർക്ക് ഈ ഒരു പെരുമാറ്റം അവർക്ക് തെറ്റാണെന്ന് പൂർണ്ണമായിട്ടും അറിയാം. അല്ലെങ്കിൽ നമുക്കറിയാം അത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്, ചെയ്യാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. എങ്കിൽ പോലും എന്താണ് അവർ ചെയ്യാനുള്ള താൽക്കാലികമായിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി വീണ്ടും വീണ്ടും അവർ ചെയ്യാൻ ശ്രമിക്കും. ചെയ്തു കഴിഞ്ഞാലോ അവർക്ക് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാകുന്ന ഒരവസ്ഥയിലായിരിക്കും പ്രധാനമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാകും OCD എന്ന് പറയും. അപ്പോൾ OCD എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നിരന്തരമായിട്ട് മനസ്സിൽ വരുന്ന ചിന്തകൾ തന്നെയാണ്. അയാൾക്ക് ആ ഒരു വരുന്ന ചിന്തകൾ ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയാത്ത രീതിയിൽ അതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്സഷനെ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം അയാൾക്ക് എന്ത് ചെയ്യും പിന്നെ ആ പ്രവർത്തനത്തെ തടുക്കാനോ അല്ലെങ്കിൽ ഇതിന് ആശ്വാസം കിട്ടാനോ ചെയ്യുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഹൈജീനിക് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ ആങ്സൈറ്റി ഉള്ള ഒരാൾ എവിടെയും കൈ തൊട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് തോന്നുകയാണ് എനിക്ക് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരും, അതുകൊണ്ട് കൈ കഴുകണം എന്ന്. കൈ കഴുകി കഴിഞ്ഞാലോ ആൾക്ക് പിന്നെയും എന്താണ് ചെറിയൊരു ആശ്വാസം കിട്ടും, ഞാൻ കൈ കഴുകി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി മാറി നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ സെക്കൻഡുകൾക്ക് തന്നെ ആ കൈ കഴുകിയത് ശരിയായിട്ടില്ല എന്നുള്ള ഒരു പാറ്റ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ ഇതിൽ മാത്രമല്ല, സെൽഫ് ഹാമിലും അതേപോലെ ഒരുപാട് സെക്ഷുവൽ ലൈഫിലൊക്കെ ഈ ഒബ്സഷൻ കമ്പൽഷനും വരാനുള്ള സാധ്യത. ഇപ്പോൾ ഫൈനലി ഞാനിപ്പോൾ നിലവിലൊരു കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു OCD കേസ്. അതിൻ്റെ പ്രധാനപ്പെട്ട പുള്ളിക്കാരനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം 50 ഏജ് ആയി. ആള് നല്ലൊരു വർക്കിംഗ് മേഖലയ്ക്ക് ആളാണ്, പ്രൊഫഷണൽ കരിയർ ഉള്ള ഒരാളാണ്. പക്ഷെ കുട്ടികളെ കണ്ടാൽ അയാൾക്ക് തോന്നുകയാണ് ഞാൻ അയാളെ കുട്ടികളെ കൊല്ലാൻ പോകുന്നു, അല്ലെ കൊന്നു കളയും. പിന്നെ അയാൾ നേരെ പറഞ്ഞ അടുത്ത് അയാൾ സ്വന്തം റൂമിലേക്ക് പോകുന്ന സമയത്ത് നിരന്തരമായിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കത്തിയെടുത്ത് കൊല്ലാൻ തോന്നുക. ഇങ്ങനെ പല രീതിയിലും. അപ്പോൾ ഇവിടെ ഈ ഒരു ഒബ്സഷൻ ഉള്ളത് കൊണ്ട് അയാൾ എന്ത് പ്രവർത്തനം കാണിക്കുന്നത്, കുട്ടികളെങ്ങാനും ഷോപ്പിന്റെ മുമ്പിലോ ഓഫീസിന്റെ മുമ്പിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ആ പോയി കഴിഞ്ഞിട്ട് പല തവണ എന്ത് ചെയ്തു അയാൾ പോയി നോക്കുകയാണ് തനിക്ക് ആ കുട്ടികൾ പോയോ, കാരണം ഞാൻ അവിടെ കുട്ടികളെ കൊല്ലും എന്നുള്ളത്. പിന്നെ സെക്യൂരിറ്റി എന്താണ്, സെക്യൂരിറ്റി രാത്രി കിടന്നുറങ്ങിയതിന് ശേഷമാണ്, 1 മണിയായാലും 2 മണിയായാലും ഇയാൾ ഉറങ്ങിയതിന് ശേഷം റൂമിൽ നിന്ന് പുറത്തുനിന്ന് എഴുന്നേറ്റ് പോയതിന് ശേഷമാണ് ഇയാൾ റൂമിലേക്ക് കയറി പോകുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള അതൊരു കമ്പൽഷനാണ്. കാരണം ഇത് ചെയ്ത് അയാൾ പോകുന്നവരെ കയറി നിൽക്കുന്നപ്പോൾ ഒരു ആശ്വാസമാണ്, അയാൾ അവിടെ ഇല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ, ഞാൻ അയാളൊന്നും ചെയ്യില്ല എന്നുള്ള. പിന്നെ അതേപോലെ അവർക്ക് പിന്നെ ഇതേപോലെ സെക്ഷുവൽ ലൈഫ് തന്നെ ഇപ്പോൾ വേറൊരു കേസ് വന്നിട്ടുള്ളത് സ്വന്തം ഭാര്യയെ ഞാൻ പല രീതിയിലും എന്താണ് സെക്ഷുവലായിട്ട് ഉപയോഗിച്ച് പോകും എന്നുള്ള ഒരു ധാരണ. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, പല പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഇയാൾ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുകയാണ്. അവിടെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തു നിന്ന് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള അവർ പറയാണ്, വൈഫ് പറയാണ്, ഞാൻ എൻ്റെ കല്യാണ സമയത്ത് നമ്മൾ ഫസ്റ്റ് നൈറ്റ് കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയില്ലേ, കോളേജിലെ ചില റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞ് അതൊക്കെ ഇയാളിപ്പോൾ എടുത്തിട്ട് മനഃപൂർവ്വം അന്നും എനിക്ക് തമാശയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും എടുത്തിട്ട് ഇയാളിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പിന്നെയാണ് സംഭവം നോക്കുന്ന സമയത്ത് ഇയാൾ കറക്റ്റ് ഇയാൾക്കൊരു OCD സിംറ്റംസുകൾ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ പല രൂപത്തിലും അവരെ ഉപദ്രവിച്ചു പോകും. ഇതുവരെ നമ്മുടെ എന്താണ് പരമ്പരാഗത രീതിയിലല്ലാത്ത രീതിയിലൊക്കെ അവരെ ഒരു സെക്ഷുവലായിട്ട് യൂസ് ചെയ്യും എന്നുള്ള ആ ഒരു തോട്ടൊക്കെ അവർക്കുണ്ട്. അപ്പൊ ഇത് കാരണം നിരന്തരമായിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പാറ്റേൺ. അപ്പൊ ഈ ഒരു രീതിയാണ് OCD. നമുക്ക് പല ബുദ്ധിമുട്ടുകളും പല തോട്ടുകളും വരാനുള്ള സാധ്യതകളുണ്ട്. ആ തോട്ടിന് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസത്തിലേക്ക് പെയ്യുന്ന പ്രവർത്തനമാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് ബോഡി ഫോക്കസ് റിപ്പീറ്റഡ് ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നത് നമ്മുടെ ശരീരത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള നമുക്ക് ശാരീരികമായി ഫിസിക്കലി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് സ്വന്തം ശരീരത്തിലെ പല ഭാഗങ്ങളും അയാൾ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലോ പിടിച്ചു പറിക്കുന്ന രീതിയിലോ കാണിക്കുന്ന ഒന്നാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രിക്കോട്രിമാനിയ എന്ന് പറയുന്നത്. ഇതൊരു ഹെയർ പുള്ളിംഗ് ആണ്. ട്രിക്കോട്രിമാനിയ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ചില ആളുകൾ, ഞാൻ തന്നെ കൗൺസിലിംഗ് ചില സമയത്ത് ഒരു കുട്ടി കഴിഞ്ഞ പ്രാവശ്യം ഒരു ലേണിംഗ് ഡിസോർഡറുമായിട്ട് വന്നിട്ട് കുട്ടിക്ക് റെമഡിയേഷൻ വന്ന് പറഞ്ഞ ഒരു പാരന്റാണ്. ആ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യുന്ന എന്നാൽ മുടി ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ്, കുട്ടി ഭയങ്കരമായി പിടിച്ചു വലിക്കുന്ന ആ ഒരു രീതി. അപ്പോൾ നമ്മൾ എന്താ കുട്ടിക്ക് വേറെ എന്തെങ്കിലും അഗ്രസീവ് ആയിട്ടുള്ള ചിലപ്പോൾ അവിടെ ഈ ഒരു അറ്റൻഷൻ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ആണെന്ന് തോന്നുന്ന സമയത്താണ് കുട്ടി ഒരു സെക്കൻഡിൽ പിന്നെ നമ്മൾ അത് ഒബ്സർവ് ചെയ്തോണ്ടി എത്ര തവണ ആ കുട്ടി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 25 പ്രാവശ്യമെങ്കിലും ആ കുട്ടി ഇങ്ങനെ ഇടത്തെ കൈകൊണ്ട് വലത്തെ കൈകൊണ്ട് മാറി മാറി ഇങ്ങനെ മുടി വലിക്കുന്ന രീതി. പിന്നെ അതേ കുട്ടിക്ക് മറ്റൊരു സ്വഭാവം, മറ്റൊരു പാറ്റേൺ കൂടി വന്നെന്താണ്, തൻ്റെ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നുള്ളുക.
അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെച്ചാൽ നമുക്ക് ചൊറിച്ചിലൊക്കെ വെച്ചാൽ സമയത്ത് വരും എന്തെങ്കിലും അലർജി. അപ്പോൾ അതുപോലെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് കുട്ടി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ എന്താണ് ക്ലിനിക്കൽ അസസ്മെന്റിന് കുട്ടീനെ പിറ്റേന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് വിടും. ഇതെന്തെങ്കിലും BFRBS എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയർ ഇഷ്യൂസ് ആണെന്ന് നമുക്ക് കൺഫേം ആക്കിയതിന് ശേഷം അതുകൊണ്ട് ഇറിറ്റേഷൻ ആണ് പഠനത്തിൽ കുട്ടിയെ ബാധിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് എക്സ്കോറേഷൻ ഡിസോർഡർ. ഞാൻ ഈ പറഞ്ഞതുപോലെ മുഖത്തൊക്കെ ഇങ്ങനെ പിടിച്ചു വലിക്കും, അല്ലെങ്കിൽ ചെറിയ മുഖത്തെ അല്ലെ ഭാഗത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയൊരു പാടുകളൊക്കെ വേണ്ടി അവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് വലിയ പാടുകളാക്കുക. അപ്പോൾ ആ ചൊറിയുന്ന സമയത്ത് ആൾക്ക് എന്താ വല്ലാത്തൊരു ആശ്വാസം കിട്ടും. പിന്നെയും എന്താണ് പഴയ രീതിയിലേക്ക് പോവും. ആ വേദന അനുഭവിക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നുക ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്ത് കഴിഞ്ഞത് കൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ അതേപോലെ അവർക്ക് ചിലപ്പോൾ ചില ആളുകൾ മുഖത്തൊക്കെ ഒരു പ്രശ്നം ഉണ്ട് കഴിഞ്ഞാൽ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു അസുഖത്തിന് എൻ്റെ മുഖം ഒന്ന് വൃത്തികേടാണ്, എനിക്കങ്ങനെ പുറത്തേക്കൊന്നും പോരാ. ഈ അഡോളസെന്റ് കേസ് പെൺകുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് വരുന്നതാണ്. കാരണം ഈ ഒരു ചർമ്മം പൊട്ടിക്കഴിഞ്ഞാൽ അവർ പല രീതിയിലും എന്താണ് പിന്നെ ട്രീറ്റ്മെന്റിനും ഈ ഒരു ഇതിന് പോയി പറയും. പക്ഷെ ആ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു ഈ ബിഹേവിയർ പാറ്റേൺ കണ്ടിന്യൂസ് ഉള്ളത് കൊണ്ട് അവർക്ക് നിരന്തരമായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, പഠനത്തിലെ പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രയാസങ്ങൾ, റിലേഷൻഷിപ്പ് എല്ലാത്തിലും ഇവർക്ക് ഉണ്ടാവും. ഇവർക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ തന്നെ വളരെ കൂടുതലായി കുറവായിരിക്കും, ആളുകളുമായിട്ടുള്ള ആ കണക്ഷൻ. പിന്നെ മറ്റൊന്നാണ് നെയിൽ ബിറ്റിംഗ്, അതേപോലെ ലിപ് ബിറ്റിംഗ് എന്ന് പറയും. നെയിൽ ബിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കണ്ടില്ലേ നഖം കടിക്കുക. നിങ്ങൾ കണ്ടിട്ടോ സൗരവ് ഗാംഗുലി, നമ്മുടെ മുമ്പത്തെ ഇന്ത്യൻ ടീമിലെ ക്രിക്കറ്റ് പ്ലെയർ. അദ്ദേഹം ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം വന്നു കഴിഞ്ഞാൽ തോൽക്കുന്നോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ, ഞാനൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ നഖം കടിക്കുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ട്, നിരന്തരമായിട്ട് നഖം കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അതേപോലെ ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ ലിപ് ബിറ്റിംഗ്. ചില ആളുകൾ എന്താണ് ചുണ്ടിങ്ങനെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അത് വേറെ മറ്റൊരു തരത്തിലല്ല, പക്ഷെ ഇത് അവർക്ക് ചില എന്തെങ്കിലും ഇറിറ്റേഷനോ ടെൻഷനും കാര്യം സ്പെസിഫിക് ആയിട്ട് ഒരു കമ്പൽസീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് അവർക്ക് പോവുകയാണ്. അപ്പൊ ഇതേ രീതിയിൽ എന്താണ് ബോഡി ഫോക്കസ് റിപ്പീറ്റീവ് ബിഹേവിയറിലേക്ക് ഇത് ബോഡിയും ശാരീരികമായിട്ട് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തൊന്നാണ് ഹോർഡിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓർഡിങ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇതും OCDയുമായിട്ട് കണക്റ്റീവ് ആയിട്ടുള്ള, ഈ ഓർഡിങ് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് OCDയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഈ വസ്തുക്കൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് മുമ്പ് ഏതെങ്കിലും പഴയ സാധനങ്ങൾ, ഉപയോഗിച്ച സാധനങ്ങളെല്ലാം പഴയത്, ഒന്നും കളയാൻ പറ്റില്ല, എന്നെങ്കിലും ഒരു ഉപകാരപ്പെടും എന്നുള്ള ഒരൊറ്റ ധാരണകളുണ്ട്. ചിലപ്പോൾ ഒരു ഉപയോഗം ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നല്ല, അല്ലെ പിന്നെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില വീട്ടിലൊക്കെ കാണാം പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സ്, കാര്യങ്ങൾ, പാത്രങ്ങൾ, ഇങ്ങനത്തെ പല സാധനങ്ങളും വീട്ടിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. പക്ഷെ ഇത് തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതുമൂലം എന്താണ് അയാൾക്ക് ഈ വീട്ടിലെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് തോട്ട് എന്താണ് ഇത് കളയാൻ പാടില്ല എന്നുള്ള ആ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് എപ്പോഴും ഇതുള്ളത്. അപ്പോൾ ഇതുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും എടുത്ത് കളയാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ പ്രശ്നങ്ങളായിരിക്കും. കാരണം അവർക്ക് തോന്നുകയാണ് സ്വന്തമായിട്ട് അല്ലെ വസ്തുക്കളോട് ഇങ്ങനെ പിന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ എവിടെ പോയി അന്വേഷിക്കും, അതിനുശേഷം എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലോ എന്നുള്ള രീതിയിൽ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തോട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനങ്ങളും എടുത്ത് കളയാനുള്ള സാധ്യതയില്ല. മുമ്പ് അതേപോലെ ഒരു കുട്ടി നമ്മളെ അടുത്ത് വന്നിട്ടുള്ള കുട്ടി ഒരു ബാഗുമായിട്ടാണ് എപ്പോഴും വരിക. അപ്പോൾ കുട്ടിയെ ചോദിച്ച സമയത്ത് എന്താണ് ബാഗിലും ചോദിച്ചു, കുട്ടി ബാഗ് ഓപ്പൺ ആക്കുന്നില്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് പല സെഷനും വന്ന സമയത്ത് നെഞ്ചോട് ചേർത്ത് ഒരു കുട്ടി, 13 വയസ്സുള്ള ഒരു ആൺകുട്ടി ബാഗുമായിട്ട് വരുന്ന സമയത്ത് നിർബന്ധിച്ചു. ഒരു 3-4 സെഷൻ ഇത് എന്താണെന്ന് അറിയാം, നമുക്ക് സംശയമുണ്ട് ഇതൊരു ഹോർഡിംഗ് ഡിസോർഡർ ആണ്, എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അന്വേഷിച്ച സമയത്ത് ഇയാൾ എന്ത് ചെയ്ത്, കുട്ടിക്കാലത്ത് ഒരു 1-ാം വയസ്സിൽ ഉപയോഗിച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, അതേപോലെ ഡ്രസ്സുകൾ ഒക്കെ എന്താണ് വലിയ കനമുള്ള ബാഗാണ്, ഒരു 5-6 കിലോ ഇങ്ങനെ താങ്ങി നടക്കും. സ്കൂളിൽ പോവാത്ത സമയത്ത് മാത്രം ആൾ എന്ത് ചെയ്തു, വീട്ടിൽ വെച്ച് ലോക്ക് ചെയ്ത് പൂട്ടി വെക്കുന്നു. ബാക്കിയുള്ള സമയത്തൊക്കെ ഇവിടെ പോവുകയാണെങ്കിൽ പാരന്റ് പറയും ഇവൻ ഇതില്ലാതെ നടക്കില്ല എന്നുള്ള ഒരു പാറ്റേൺ. അപ്പോൾ ആൾക്ക് എന്താണ്, ഗ്രാൻഡ് പാരന്റ് പറഞ്ഞാൽ നീ ഉപയോഗിച്ച സാധനമൊന്നും എടുത്ത് കളയാൻ പാടില്ല, എടുത്ത് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് പിന്നീട് അത് ഉപകാരപ്പെടും എന്ന് എടുത്തു വെച്ച്. കാരണം ആ കുട്ടിയുടെ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിന് ഇത് ഫിക്സഡ് ആയിട്ട് വന്നു. പിന്നീട് അത് ഒരു പിന്നെ ഈ ഒരു ഡിസോർഡർ എന്നുള്ള രീതി പാറ്റേണിലേക്ക് അവിടെ വന്നു.
ഇനി അടുത്തതാണ് ഗാംബ്ലിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു ചൂതാട്ട ഗെയിം എന്നൊക്കെ പറയാറില്ലേ, ഒരു വൈകല്യം. കാരണം തുടർച്ചയായിട്ട് എന്താണ് ഈ ഒരു ഗാംബിൾ ബിഹേവിയറിൽ ഏർപ്പെടുകയും അതിന്റെ ദോഷഫലം അവർക്ക് അറിയാം. ഇത് ഞാൻ ചെയ്യുന്ന ഷീട്ട് കളിയാണോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏതെങ്കിലും ഗെയിം ആണെങ്കിൽ പോലും അവർക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാവും, എനിക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും എന്താണ് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് അതിലേക്ക് പോവാനുള്ള ഒരു ഒരു ടെൻഡൻസി. അപ്പോൾ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ക്യാമ്പിനെ കുറിച്ചിട്ടുള്ള അവർക്ക് അമിതമായിട്ടുള്ള ഒരു ചിന്തയാണ്. എനിക്കത് ചെയ്യാൻ എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് നേടാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് ആള് പോകും. വീണ്ടും ചെയ്യണം, അതിന് വേണ്ടി ഒരുപാട് കാശ് ചിലവാകും. പിന്നെ അതേപോലെ അവർക്ക് തോന്നുകയാണ്, പിന്നെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില ഇൻഎബിലിറ്റി ഇൻ കൺട്രോൾ അർജസ് ആണ്. ഈ ഒരു ആഗ്രഹം അവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുമൂലം എന്താണ് അവർക്ക് ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാഡ്, നിരാശ, കുടുംബ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ എല്ലാം വിളിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഷീട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും അറിയുന്നുള്ള ഗാംബ്ലിങ്. അപ്പോൾ ഇതൊക്കെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാകുക. പക്ഷെ ഇവർക്ക് അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് മാറാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ദോഷഫലങ്ങൾ എന്നിട്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇനിയിപ്പോൾ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കുട്ടി സ്വന്തം ഈ ഒരു ഗെയിംസിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് ഒരു 1,50,000 2 ലക്ഷം കൊണ്ടാണ് 1.5 മാസം, അതൊക്കെ നമ്മൾ പത്രത്തിൽ ഒരു മുമ്പ് വായിച്ചിട്ടുള്ള ഒരു കേസാണ്. 1.5 മാസം കൊണ്ട് ചിലപ്പോൾ ഒരു 5 ലക്ഷം 6 ഒരു വലിയൊരു എമൗണ്ട് എന്താണ് ഗെയിംസിനായിട്ട് കുട്ടി ഓൺലൈനിൽ സ്വന്തം പാരന്റിന്റെ ക്രെഡിറ്റ് കാർഡോ എന്തോ കാർഡ് ATM കാർഡ് ഉപയോഗിച്ച് ചെലവഴിച്ചു എന്നുള്ളതാണ്. പക്ഷെ കുറെ കഴിഞ്ഞ് മെസ്സേജുകൾ വന്നു, ബാങ്കിൽ നിന്ന് വിളി വന്നു, നിങ്ങൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, പാരന്റ് കോൾ വന്നപ്പോഴാണ് ഇവർ അറിയുന്നത് എങ്ങനെയാണ് തങ്ങളുടെ ക്യാഷ് പോകുന്നത് എന്നുള്ള ആ ഒരു പാറ്റേൺ. അപ്പൊ ഇതും എന്താണ് വലിയൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കമ്പൽസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ തന്നെയാണ്. ഇനി അടുത്തത് കമ്പൽസീവ് ഷോപ്പിംഗ് ആൻഡ് ബൈയിങ് ഡിസോർഡർ. ഇവിടെ ചില ആളുകൾക്ക് എന്താണ് എക്സസീവ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ബിഹേവിയർ ആണ്. എന്ത് കണ്ടു കഴിഞ്ഞാലും അത് വാങ്ങുക എന്നുള്ളത്. കാരണം അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഓൺലൈനിൽ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ അവർക്ക് വീണ്ടും വീണ്ടും ഇത് ചിലപ്പോൾ അവരുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷെങ്കിൽ അത് കാണുന്നത് അവർക്ക് എന്താണ് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ് ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് ഇപ്പോൾ ക്യാഷോ അതൊന്നും അവർ നോക്കൂല. അത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് സാധനം വീട്ടിലെത്തിയിട്ട് അത് എൻ്റെ കയ്യിലുണ്ടല്ലോ, ഇനിയിപ്പോൾ അത് വേസ്റ്റ് ആയി പോയി എന്നുള്ള ആ ഒരു ടെൻഷനും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൂഡും ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റംസുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവർക്ക് ഒരിക്കലും എന്താണ് ഈ സാധനത്തിനോട് ഒരിക്കലും ആവശ്യമില്ലാവില്ല, നിർബന്ധമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് എനിക്ക് നിർബന്ധം ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ എന്താണ് ആവശ്യമില്ലെങ്കിൽ പോലും അവർ ഈ പറഞ്ഞതുപോലെ ഓൺലൈനിൽ പല മേഖലയിൽ കയറിയിട്ട് ചിലപ്പോൾ ആളുകളുടെ ആ ഒരു ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടീംസ് തന്നെ ഉണ്ടാവും ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ. പിന്നെ അതേപോലെ ഇവർക്ക് ഇമോഷണലായിട്ട് എന്താണ് ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. കാരണം ഇവർക്ക് ഇത് വാങ്ങിയിട്ടില്ലേ, കാണുമ്പോൾ തന്നെ ആ സാധനം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങുക എന്നുള്ളതാണ്. അത് വാങ്ങിയിട്ടില്ലെങ്കിലോ ചിലപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ വരെ ചിലപ്പോൾ കുട്ടികളിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ എന്താ നമ്മൾ ശീലിപ്പിക്കുന്നതാണ്. കാണുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുക, പിന്നെ കുട്ടി ആ സാധനം കളിപ്പാട്ട് വീട്ടിലുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും അത് തന്നെ വാങ്ങണം വാങ്ങണം എന്നുള്ള ഒരു പാറ്റേൺ. പിന്നെ ഇവർക്ക് എന്താണ് ഏറ്റവും ലോസ് ഓഫ് കൺട്രോൾ തന്നെയാണ്. കാരണം അവിടെ ഈ ലോസ് ഓഫ് കൺട്രോളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശീലിപ്പിക്കുന്ന ആ ഒരു ബിഹേവിയർ മാറ്റിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് അതൊരിക്കലും ഈ ചിലപ്പോൾ അത് അഡൽട്ടായി പിന്നെ ഏജ്ഡ് ആയി അങ്ങനെ ആ സമയത്ത് അതേ പാറ്റേണിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും. പിന്നെ ഇതേപോലെ നെഗറ്റീവ് കോൺസിക്വൻസസ് വളരെയധികം എന്താണ് സാമ്പത്തിക നഷ്ടങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. കാരണം അവർക്ക് ഭയങ്കരമായ കടബാധ്യതകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ബന്ധങ്ങളിൽ പല പ്രയാസങ്ങളും ഇതുമൂലം ഉണ്ടാവും. ഇനി അടുത്ത ഒന്നാണ് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ആൻഡ് ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ലൈംഗികരമായിട്ടുള്ള ചിന്തകളിലോ പെരുമാറ്റങ്ങളിലോ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. കാരണം ഇവർക്ക് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കും, ഞാൻ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിന് ഇങ്ങനെ ഒരു എൻവയറമെന്റ് മാറ്റങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ള സാധ്യതകളുണ്ട്. പക്ഷേങ്കിൽ ഇവർക്ക് ഒരിക്കലും അതെന്താ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് റിപ്പീറ്റീവ് ആയിട്ടുള്ള സെക്ഷൽ തോട്ട് തന്നെയാണ്. ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും വരുന്ന ആ ഒരു പാറ്റേൺ. അപ്പോൾ അയാൾ ഒരു പോണോഗ്രാഫി കാണുന്ന ഒരാളാണെങ്കിൽ അയാൾക്കത് കണ്ടുകൊണ്ടേയിരിക്കണം. അയാൾ കാണുന്ന സമയത്ത് ഒരു ആശ്വാസം ഉണ്ടാവും. അത് കണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് മാറിക്കഴിഞ്ഞ് വീണ്ടും അയാൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യും, പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ചാടി അയാൾ പോകും. പിന്നെ അതേപോലെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതി അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഫാമിലി ലൈഫിലൊക്കെ ആയിരിക്കും ഇയാളെ ബാധിക്കുക. അത് ഫിസിക്കലി ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ചിലപ്പോൾ അത് മാനസികമായിട്ട് എന്താണ് ആ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം അയാൾക്ക് ഇത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു മാസ്റ്റർബേഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ആ ഫാമിലി ഒരു വൈഫ് ഇതിനെക്കുറിച്ച് അയാൾ ചിലപ്പോൾ നേരിട്ട് കാണുകയോ, കാരണം ഈ ചിലപ്പോൾ വീഡിയോ കാണുന്ന വൈഫറ്റെ കാണുന്നതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരിക്കും. ഇത് കാരണം ചിലപ്പോൾ ഒരു വാശിയാവും, അല്ലെങ്കിൽ അത് തെറ്റിദ്ധാരണ, ഞാനിത് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു തെറ്റും കാരണം ഉണ്ടാവും. ഇതൊക്കെ എന്താണ് അയാളെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ ഒരിക്കലും എന്താണ് ഒരു ഡിസ്ട്രസ് എന്നുള്ള ആ ഒരു ജീവിതശൈലി, കാരണം അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഓക്കെ ആയിരിക്കും, എല്ലാം അത് ഓക്കെ, പക്ഷെ ഈ ഒരു സെക്സ്വൽ ബിഹേവിയർ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെ ഹൈപ്പർ സെക്സ്വൽ ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു റെസ്റ്റ്ലെസ്നെസ്, ഒരു സമാധാനം ഇല്ലായ്മ എന്ന് പറയുന്ന ആ ഒരു ശൈലി എപ്പോഴും അവർക്ക് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികളിൽ തന്നെ നമുക്ക് കാണാം, ഒരു 13 വയസ്സ് ആ ഒരു ടൈമിലാകുമ്പോൾ ഇവർ ഒരുപാട് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയൻ്റെ ഒരു കാലഘട്ടമാണ്. പക്ഷെ അതിലൊക്കെ എന്താണ് ഇവർ പെട്ടുപോയി കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു രസമായിരിക്കും, ചിലപ്പോൾ കൂട്ടുകാർക്കിടയിൽ അവർ പറഞ്ഞു ഞാൻ ഇന്നത് കണ്ടു ഇന്നത് പറയും. പക്ഷെ പിന്നീട് അത് അവർ നിരന്തരമായിട്ട് ഓരോന്നോരോന്ന് കാണുമ്പോൾ അതിൽ അഡിക്റ്റ് ആവും. പല പാരന്റും ഇപ്പോൾ പറയുന്നത് എന്താണ്, അവർ ഗെയിമിലാണെന്നാണ്. അപ്പോൾ ഇപ്പം അടുത്ത് തന്നെ ഒരു കേസ്, എനിക്ക് കുട്ടിയുടെ കേസ് വന്ന സമയത്ത് പാരന്റിന് മനസ്സിലായത് ഇവൻ എന്തോന്ന് പറയുന്നത് കേട്ടു എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് അവർ നോക്കുന്ന സമയത്ത്, നമ്മൾ ആ കുട്ടിയുമായി സംസാരിച്ച സമയത്ത് കുട്ടി ഏറ്റവും കൂടുതൽ മൊബൈൽ സെർച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെക്ഷലുമായിട്ടുള്ള കാര്യങ്ങളാണ്. പല മേഖലയും VPN ഓൺ ആക്കിയിട്ട്, സൈറ്റുകൾ ഓൺ ആക്കിയിട്ട് ആളെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്. അപ്പം അതിലൂടെ എന്താണ് കുട്ടിയുടെ പഠനത്തെയും മറ്റുള്ള ആ ഒരു റിലേഷൻ, കാരണം വീണ്ടും കുട്ടി എപ്പോഴും മൂടിയായിട്ടിരിക്കുകയാണ്, അടച്ചിട്ട റൂമിൽ ഇരിക്കുകയാണ്, പുറത്തേക്കൊന്നും കൂട്ടുകാരെ കൂടെ പോകുന്നില്ല, സംസാരങ്ങൾ കുറവ്, ഭക്ഷണം കഴിക്കുന്നില്ല, പഠനത്തിൽ ഇന്ന സമയത്ത് ആദ്യം കുട്ടിക്ക് നല്ലൊരു റൊട്ടേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരാളായിരുന്നു. എല്ലാത്തിൽ നിന്നും പെട്ടെന്ന് കുട്ടിക്ക് ഒരു മാറ്റങ്ങൾ വന്ന സമയത്താണ് പാരന്റിന് കൺഫ്യൂഷൻ വന്നത്, എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഈ ഒരു പാറ്റേണിലൊക്കെ എന്താണ് ഈ ഒരു സെക്ഷൽ ബിഹേവിയർ സാധാരണയായിട്ട് ബാധിക്കാറുണ്ട്. ഇതാണ് നോർമൽ ആയിട്ടുള്ള കുറച്ച് കമ്പൽസീവ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, ഇതെന്ത് ഫാക്ടേഴ്സുകൾ കൊണ്ടാണ് സാധാരണയായിട്ട് ഒരു കമ്പൽസീവ് ബിഹേവിയർ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമാണ്, തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയൊരു ഫാക്ടേഴ്സ് ആണ് കൊഗ്നിറ്റീവ് ഫാക്ടർ, ചിന്താപരമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒരു എന്താണ് പിന്നെ തിങ്കിങ് പാറ്റേൺ തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. കാരണം അതിൽ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള ഒരുപാട് ധാരണകൾ, അല്ലെങ്കിൽ എന്താണ് ഇറാഷണൽ ബിലീഫ്, ഒരുപാടുള്ള വിശ്വാസങ്ങൾ. അപ്പോൾ യുക്തിയില്ലാത്ത, അല്ലെങ്കിൽ പിന്നെ അതേപോലെ അവർക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ പ്രധാനമായിട്ടും കാരണങ്ങൾ. അപ്പോൾ ചില ആളുകൾ പറയാണ്, ഈ ഒരു സെക്ഷൽ ഡിസോർഡർ ഉള്ള ആളുകൾ അവർ പറയത്തെ എല്ലാവരും സാധാരണ ചെയ്യുന്നതല്ലേ, കാണുന്നത്, ഇതിലൊന്നും വലിയ പിന്നെ തെറ്റൊന്നുമില്ല. പിന്നെ ഇതിലും പിന്നെ ഒരു പോണോഗ്രാഫി അല്ലെങ്കിൽ ഒരു മാസ്റ്റർബേഷൻ ചെയ്തിട്ട് ചിലപ്പോൾ ഇതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് കാണും. ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ അത് ചെയ്തിട്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ആരും കാണുകയൊന്നുമില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇത് സെക്ഷൽ ലൈഫിലൊക്കെ ചില ആളുകൾ എന്താണ് ഈ ഒരു ലൈഫിലേക്ക് അവർ പാറ്റേൺ ആയി കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് സ്ട്രെസ്സ് കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് ആങ്സൈറ്റി കൂടുതലാണ്. അപ്പോൾ ഒരു ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി എനിക്കൊരു മറ്റൊരു പ്രവർത്തനത്തിൽ ഞാൻ പോകുന്നത് കൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല. അതുമാത്രമല്ല, ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കൺട്രോൾ പോകും, ഞാൻ എൻ്റെ ഭാര്യയോട് മറ്റു തരത്തിൽ പ്രവർത്തിച്ചു പോകും എന്നൊക്കെ തെറ്റിദ്ധാരണകൾ വരുന്നത് ഈ ഒരു തെറ്റായിട്ടുള്ള ഡിസ്റ്റോർഷൻസ് ഉള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും അവർക്ക് ഈ ഒരു ചിന്താപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിലേക്ക് കൂടുതലായിട്ട് അഡിക്റ്റഡ് ആയി പോകുന്നത്. ഇനി അടുത്തൊന്ന് തോട്ട് ആക്ഷൻ ഫ്യൂഷൻ ആണ്. ഇവിടെ പ്രധാനമായിട്ടും ചിന്ത അവർക്ക് തോന്നുകയാണ്, എൻ്റെ ചിന്തകൾ വന്നത് ആ ഒരു തെറ്റായിട്ടുള്ള വിശ്വാസം, അത് ഒരു പ്രവർത്തനത്തിന് കറക്റ്റായിട്ട് വന്നിട്ടുള്ളതാണ്. എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളെ ഞാൻ വിശ്വസിച്ചേ പറ്റൂ, അതല്ലാതെ എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ധാരണകൾ വന്നിട്ടുള്ളത്. എനിക്ക് കൈ കഴുകണം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അസുഖം വരില്ല, എന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കൈ കഴുകണം.
അതല്ലാതെ ഞാൻ കൈ കഴുകാതെ ഇരുന്നാൽ എനിക്ക് ഒരു അസുഖം വരും. ഇതേപോലെ ഒരു പെർഫെക്ഷനിസം, എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ആയിട്ട് കാണണം, എല്ലാത്തിനും ഒരേപോലെ കാണണം എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ ഇതിൽ തോട്ട് ആക്ഷൻ ഫ്യൂഷൻ തന്നെ രണ്ട് ഫ്യൂഷൻ വരാനുണ്ട്. ഒന്ന് മോറലാണ്. ഒന്ന് മോറൽ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇങ്ങനെ ചിന്തിച്ചത് പിന്നെ എൻ്റെ തെറ്റ് കൊണ്ടൊന്നുമല്ല, ഞാൻ പിന്നെ ഇത് സാധാരണ നടക്കുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. പിന്നെ അതേപോലെ മറ്റൊന്നിലുള്ള ലൈക്ക്ഹുഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരും. കാരണം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്, എൻ്റെ പാറ്റേൺ വളരെയധികം കറക്റ്റ് ആണ് എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഇവരെ പൂർണ്ണമായിട്ടും ആ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. പിന്നെ അതേപോലെ അവർക്ക് ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവർ ത്രെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ വളരെയധികം വേസ്റ്റ് കേസുകൾ നടക്കാൻ സാധ്യതകൾ, മോശമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിൽ നടക്കൂ. പിന്നെ അതേപോലെ എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ആ ഒരു പാറ്റേണിലേക്കൊക്കെ ഇവരെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഇവർ ചിന്തകളിൽ ഈ പറഞ്ഞു പോയിട്ട് എല്ലാ ടെൻഷനും ആങ്സൈറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെ ബ്രെയിനെ ബാധിക്കും. അതുപോലെ എന്താണ് ഹോർമോണുകൾ ഡൗൺ ആയി ചിലപ്പോൾ ആങ്സൈറ്റി കൂടും, അതിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഹൈ ആവും. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, ജീവിതശൈലികളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി അടുത്ത ഒന്നാണ് ഇമോഷണൽ ഫാക്ടേഴ്സ്. എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ അല്ലേ? Yes, sir. ഹലോ ഓക്കെ, സാർ. യെസ് പറയൂ. സാർ, ഈ തോട്ട് ആക്ഷൻ ഫ്യൂഷൻ ഒന്നുകൂടി ഒന്ന് പറയാവോ? ഒരു എക്സാമ്പിൾ ആ വെച്ചിട്ടെങ്കിലും. ആ തോട്ട് ആക്ഷൻ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു OCD കേസിലാണ് തോട്ട് ആക്ഷൻ ഫ്യൂഷൻ കൂടുതലായിട്ട് നമ്മളെ ബാധിക്കാറുള്ളത്. അവിടെ പിന്നെ ചിന്ത ഒരു അവർക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ്, പിന്നെ ഞാൻ ഒരു കുട്ടി എൻ്റെ കൺമുമ്പിലൂടെ നടക്കുകയാണ്, ഞാൻ അതിനെ അബ്യൂസായിട്ട് സെക്ഷുവലായിട്ട് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്, സാധ്യത ചെയ്തു പോകും. അപ്പോൾ അത് എനിക്ക് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ ഒരിക്കലും ചെയ്യൂല. ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകിൽ ഞാനത് പണിഷ്മെന്റ് ജയിലാവും, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കപ്പെടും. ഈ ഒരു ചിന്ത എന്താണ് എനിക്ക് തോന്നുകയാണ് ഞാൻ ശരിക്കും ചെയ്തു പോവും എന്നുള്ളത്. ഇതാണ് തോട്ട് ആക്ഷൻ ഫ്യൂഷൻ. അത് വളരെ ആങ്സൈറ്റിയുള്ള OCDയിൽ ഏറ്റവും വലിയൊരു സിംറ്റംസ് ആണ്. കാരണം ഞാനത് ചെയ്തു പോവും എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുട്ടികളെ കാണുമ്പോൾ വല്ലാതെ അങ്ങോട്ട് മാറി നിൽക്കും. പിന്നെ അത് ഫാമിലി ലൈഫിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ എൻ്റെ ഭാര്യയെ കാണുമ്പോൾ മറ്റൊരു തീരത്തിൽ അവളെ ഉപദ്രവിച്ചു കണ്ട ഭാര്യയായിട്ട് ചെറിയൊരു അകൽച്ച ഉണ്ടാവും. ആദ്യം 2 റൂമിൽ താമസിക്കും, പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ ലൈഫിനെ തന്നെ അത് ബാധിക്കും, പിന്നെ കുട്ടികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഓരോന്ന് ഇത് എവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്? ഒരു സെക്ഷൽ തോട്ട്. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് എന്തെങ്കിലും ഒരു മുമ്പ് കൊറോണ കാലത്തൊക്കെ അതിനുശേഷം ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും മാസ്ക് ഉപയോഗിച്ച് നടക്കുന്ന ആളുകൾ, അതായത് അലർജി ആയിരിക്കും എങ്കിൽ പോലും ഒരു പേടിയുള്ള 10% ഇപ്പോഴും ആളുകളുണ്ട് എനിക്ക് കൊറോണ വരുമോ എന്നുള്ളത്. കാരണം ഒരു വട്ടം അവർക്ക് കൊറോണ വന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അവർക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ശാരീരിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച. അപ്പോൾ അവർക്ക് ഈ തോട്ട് തോന്നുകയാണ് എനിക്ക് വീണ്ടും വരുമോ എന്നുള്ളത്. കാരണം ഞാൻ ആ റിയലായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്, അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ ഇനിയിപ്പോൾ വീട്ടിൽ ഇപ്പം അടുത്ത് വേറെ കേസ് വന്നാൽ ഒരു ഭാര്യ പറയാണ് കത്തി എവിടെ വാങ്ങി കൊണ്ടുവച്ചാലും ഇയാളെടുത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ്. കാരണം അയാൾക്ക് തോന്നുകയാണ് ഞാൻ കത്തി എടുത്ത് കണ്ട കുത്തിപ്പോകും എന്നുള്ളത്. ഇതാണ് തോട്ട് ആക്ഷൻ. ചിന്ത വന്നിട്ടുള്ളത് ഞാൻ ശരിക്കും അങ്ങോട്ട് ചെയ്തു പോകും എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ. ഓക്കെ ആയോ? ഓക്കെ സാർ, താങ്ക് യു. ഇനി അടുത്തത് ഇമോഷണൽ ഫാക്ടേഴ്സ് ആണ്. ഇമോഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്പൽസീവ് ബിഹേവിയർ ഉള്ള ആളുകൾക്ക് ഒരു റിലീഫ് സീക്കിംഗ് ആണത്. കാരണം ഇവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടും എന്നുള്ളൊരു ബോധം ഇവരെന്താണ് ഈ ഒരു ബ്രെയിനിൽ അവർ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈ ഒരു ആങ്സൈറ്റി ഡിസ്ട്രെസ് ഒക്കെ എന്താണ് അവർക്ക് വളരെയധികം അവർക്ക് സ്വയം തോന്നുകയാണ് എനിക്കിത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല, ആങ്സൈറ്റി എനിക്ക് താങ്ങാൻ കഴിയില്ല, എനിക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും അവർക്ക് സഹിക്കാൻ കഴിയാതാകുമ്പോൾ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് പോകും. പ്രത്യേകിച്ചും ഹെയർ പുള്ളിങ്, അതേപോലെ സ്കിന്നിങ്, ചെക്കിങ് OCD, വീണ്ടും വീണ്ടും ഡോർ അടച്ചോന്ന് പോയി നോക്കുക,
അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് അടുപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ പല പ്രവർത്തനങ്ങളും അവരിലേക്ക് ഓരോന്നോരോന്നായിട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കും. അതുമൂലം എന്താണ് അവർക്ക് ഈ ഇത് ചെയ്തതിന് ശേഷം എന്താ ഒരാൾ ഡോറ് രാത്രി അടച്ചിട്ടുണ്ടാവും, ലോക്ക് ചെയ്തിട്ടാണ് ഒന്ന് കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നേരെ ഒന്ന് പോയി നോക്കുകയാണ്. പോയി നോക്കുന്ന സമയത്ത് അയാൾക്കൊരു റിലാക്സേഷൻ കിട്ടും, അടച്ചിട്ടുണ്ട്, ഒന്നും സംഭവിക്കാനില്ല എന്ന്. പക്ഷെ നേരെ വന്ന് കിടക്കാൻ തിരിച്ചു വരുന്ന സമയത്ത് അയാൾക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരിക. ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമില്ല, ഞാൻ ഓൾറെഡി അടിച്ചു വന്നിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു തോട്ട് എന്താണ്, ആ ചെയ്ത തെറ്റിനെ ഒരു ഭയപ്പെടുക, അല്ലെങ്കിൽ ആ റിപ്പീറ്റഡ് ആയിട്ട് പ്രവർത്തനത്തെ അയാൾക്ക് വല്ലാത്തൊരു പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ പ്രയാസങ്ങൾ അയാൾക്ക് ചിലപ്പോൾ ഒരു മോറൽ വയലേഷനോ ഹൈ ആയിട്ടുള്ള ഫിയർ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് നേരെ വീട്ടിൽ റൂമിൽ ബെഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് തോന്നുകയാണ് ഒന്നുകൂടി പോയി ചെക്ക് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മൈന്യൂട്ട് അശ്രദ്ധ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും കള്ളനൊക്കെ കയറി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായിരിക്കും. ഞാൻ കാരണമാണ് അത് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് പിന്നെ എന്നെക്കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അവിടെ ഒരു പെർഫെക്ഷനിസം കൂടി ഉടലെടുക്കും സാധ്യതയുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം അയാൾ റിപ്പീറ്റഡ് ആയിച്ചപ്പോൾ ആ രാത്രി കിടന്ന് ഉറങ്ങിക്കോളണമെന്നില്ല. ഇത് ഒറ്റ വീട്ടിൽ ഒറ്റ അയാളൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടാവില്ല. കാരണം ഇതൊക്കെ അയാൾ ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളിലേക്കും ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവരുടെ അവസ്ഥ എന്നൊരു ലോ മൂഡ് തന്നെയായിരിക്കും. അവരെ ഫിസിക്കലി ആയിട്ട് നോക്കിയാൽ ഫേസിലേക്ക് നോക്കിയാൽ തന്നെ അവർക്കറിയാം ഭയങ്കരമായിട്ട് സങ്കടവും പിന്നെ അതേപോലെ ഒരു ഒരു ഉഷാറില്ലാത്ത ഒരു എനർജി പോലെയുള്ള കാര്യങ്ങളിലേക്കൂടെ ആയിരിക്കും ഇവരെ ഇമോഷൻസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി അടുത്ത ഒന്നാണ് ലേണിംഗ് ആൻഡ് ബിഹേവിയർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണ് നമുക്കൊരു ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്ക് ഈ ലൈഫിലേക്ക് കൊണ്ടുവരിക, ഇതിലെങ്ങനെയാണ് ഒരു സീക്കിംഗ് റിലീഫ് ആയിട്ട് വരുന്നത്. ഇതിൽ ഓപ്പറൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ PF സ്കിന്നറിൻ്റെ ലേണിംഗ് ബിഹേവിയർ തിയറിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ബിഹേവിയർ, കോൺസിക്വൻസസ് ആൻഡ് ഫ്യൂച്ചർ ലൈക്ക്ഹുഡ് എന്നുള്ള ആ ഒരു പാറ്റേണിലേക്ക്. കാരണം ഒരു ബിഹേവിയർ അയാൾ കാണിക്കുന്നു, അതുമൂലം ഒരു റിസൾട്ട് പിന്നെ കോൺസിക്വൻസ് എന്താണെന്ന് പറയുമ്പോൾ അവിടെ അയാൾ ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ, അതിൻ്റെ പരിണിത ഫലങ്ങൾ, എന്ത് റിസൾട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്, പിന്നെ ലൈക്ലിഹുഡ് അയാൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു അഡിക്ഷനിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ ബിഹേവിയർ തോന്നുന്നതാണ് ഒരു ഹോർഡിങ്, ഞാൻ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് തോന്നുന്നതാണ്. അപ്പോൾ കോൺസിക്വൻസസ് ആണ് അവിടെ ഉണ്ടാവുക, താൽക്കാലികമായിട്ടുള്ള ഒരു റിലീഫ് അവിടെ ഉണ്ടാവും. പിന്നെ ഫ്യൂച്ചർ ലൈക്ലിഹുഡ് അത് അഡിക്ഷൻ പാറ്റേണിലേക്ക് എങ്ങനെയൊക്കെയാണ് പോവുക, അത് ബിഹേവിയർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മുമ്പ് എന്ത് സിറ്റുവേഷൻ അയാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണോ ആ സിറ്റുവേഷൻ അയാൾക്ക് തോന്നുന്നത് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും കോൺസിക്വൻസസ് ഉണ്ടാവുക. കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ അതിന് വരുന്ന അടുത്തൊരു ബിഹേവിയർ ആണ് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു പാറ്റേണിലാണ് ഓപ്പറൻ്റ് കണ്ടീഷന് പോകുന്നത്. ഇനിയിപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പൗലോൻ്റെ ഒരു തിയറിയാണ്. അതിലൂടെ എങ്ങനെയാണ് നമുക്ക് വരുന്നത് ഒരു ഒരു പാറ്റേണിലേക്ക്. അപ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും എന്താ സ്റ്റിമുലസ് ആണ്. എനിക്ക് ഒരു ചെയ്യണമെന്ന് തോന്നണം. ഇപ്പോൾ ഒരു ഒരു എന്തെങ്കിലും സംഭവം കയ്യിൽ എന്തെങ്കിലും ഒരു അസുഖപരമായിട്ട് കാര്യം അയാൾക്ക് കൈ കഴുകണമെന്ന് തോന്നുകയാണ്. അപ്പോൾ ആ കഴുകണമെന്ന് തോന്നുന്ന അതൊരു സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഓടിച്ചെന്ന് റെസ്പോൺസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതിനുശേഷം ഫൈനലി എന്താണ് അയാൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ്, ഈ ഒരു ബിഹേവിയർ എഫക്റ്റ് ആണ് ഈ ഒരു ട്രിഗർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഞാനത് ചെയ്യണം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുമ്പ് ഈ ഒരു പരീക്ഷണം നടത്തിയ സമയത്ത് തന്നെ ആ ഒരു ഡോഗിന് ഫുഡ് ആദ്യം വെച്ച് കൊടുക്കും, ഫുഡും പിന്നെ ഒരു എന്താ ബെല്ലും വെച്ച് കൊടുക്കുകയാണ്. ആ ബെല്ല് അടിക്കുന്ന സമയത്ത് പട്ടിക്ക് തോന്നും ബെല്ല് അടിച്ചാൽ എനിക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ പരീക്ഷണം. അപ്പോൾ എന്ത് ചെയ്യും, ആ പട്ടിയെ ബെല്ല് എവിടെയോ വെക്കുന്നു, പട്ടീനെ ഇപ്പുറത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ബെല്ലടിക്കുന്ന സമയത്ത് പട്ടിയുടെ നാവിൻ തുമ്പത്ത് വരികയാണ് അവിടെ നിന്ന് ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ആ നാവിൻ തുമ്പത്ത് ആ സ്റ്റിമുലസ് വരിക. ഇതേപോലെയാണ് ഈ ഒരു ബിഹേവിയർ. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഈ ഒരു തോട്ട് ഏത് റിലേറ്റഡ് ആയിട്ട് ബിഹേവിയർ അവർക്ക് ഉണ്ടെങ്കിൽ ആദ്യം ഒരു സ്റ്റിമുലസ് ആയിട്ട് അവരെ മെൻ്റലി മനസ്സിലുള്ളിലെ തോട്ടിലേക്ക് വരും. അത് പിന്നെ എന്താണ് റെസ്പോൺസ് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ റിലീഫ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള ഒരു പാറ്റേൺ. ഇതേപോലെയാണ് ഈ ഒരു ബിഹേവിയർ നമ്മൾ പഠിക്കുന്നത്. എന്താണ് നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവുന്നത്, എന്താണോ റിലീഫ് ഉണ്ടാകുന്നത്, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബിഹേവിയറും നമുക്ക് ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന രീതിയിൽ കൂടെയാണ് ഈ ഒരു തിയറിറ്റിക്കൽ കണ്ടീഷൻ നമുക്ക് വരുന്നത്. ഇനി അടുത്തതൊന്നാണ് പേഴ്സണാലിറ്റി ആൻഡ് ടെമ്പറമെന്റ് ഫാക്ടേഴ്സ്.
ഇത് വളരെയധികം എന്താണ് കമ്പൽസറി ബിഹേവിയർ ഒരു നിലനിൽക്കുന്നതിനും അതേപോലെ അവരുമായിട്ട് നമുക്ക് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് കൂടുതലായിട്ട് വളരുന്ന ഈ ഒരു ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും ഒക്കെ ഈ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് വളരെയധികം എന്താണ് പിന്നെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. കാരണം അമിതമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. കാരണം ഞാനത് ചെയ്യണം, ചെയ്താൽ മാത്രമേ എൻ്റെ ലൈഫിൽ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളാണ്. എനിക്കൊരു ഉപദ്രവിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഞാൻ ആ ഭാഗയെ നോക്കാൻ പാടില്ല, ഞാൻ കുട്ടികളെ കാണാൻ പാടില്ല, എൻ്റെ വൈഫിനെ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ കൈ കഴുകാൻ പാടില്ല, ഈ ഒരു അസുഖത്തിൽ കൈ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്താണ് തനിക്കുള്ള ആ ഒരു സിസ്റ്റം ഈ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും പൂർണ്ണമായിട്ട് 100% ഓക്കെ ആയിരിക്കണം എന്നുള്ള ഒരു വിശ്വാസം ഇങ്ങനെ പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആയിട്ട് മാറും. അതേപോലെ ന്യൂറോട്ടിസം ആൻഡ് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി. ഇവിടെ ന്യൂറോട്ടിസം എന്ന് പറയുമ്പോൾ ഹൈ ആയിട്ടുള്ള ആങ്സൈറ്റി ആണ്. ഇങ്ങനത്തെ ആളുകൾക്ക് ആങ്സൈറ്റി അതേപോലെ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട്, ഒരു സങ്കടം വന്നാൽ ഞാൻ പൂർണ്ണമായിട്ടും തകർന്നു പോകും എന്നുള്ള ഒരു ന്യൂറോട്ടിസം ട്രൈറ്റ്സ്. അതേപോലെ നെഗറ്റീവ് എഫക്റ്റ് തൻ്റെ ലൈഫിൽ പൂർണ്ണമായിട്ടും ഉണ്ടാവും എന്നുള്ള ഒരു പാറ്റേൺ തിങ്കിങ്. ഇങ്ങനെ അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇമോഷണലായിട്ട് എന്താണ് ഒരു സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അടുത്തൊന്നാണ് റിജിഡിറ്റി ആൻഡ് ഇൻടോളറൻസ് അൺസർട്ടൻലി എന്ന് പറയുന്നത്. കാരണം എല്ലാത്തിനും അവർ ചെയ്യുന്ന എന്താണ്, ഓവറായിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓവറായിട്ട് എന്നെ തന്നെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ ആശ്വാസം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിട്ട് മാറും. ഫൈനലി ചിലപ്പോൾ അവർ ഒരു OCPDയിലേക്കോ അല്ലെങ്കിൽ തന്നെ ഓവറായിട്ട് ചിലപ്പോൾ ഇതൊക്കെ കൺവേർട്ട് ചിലപ്പോൾ ഒരു NPD ഒക്കെ വരാം. കാരണം ഈ ഒരു ട്രേറ്റ്സിന് അയാൾക്ക് പിന്നെ തടുക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് സ്വയമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നോ തുടങ്ങിയിട്ടുള്ള ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ആരോട് പറയാതെ ഒരു എയർലി ഇന്റർവെൻഷൻ ഒന്നും എടുക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വയമാണ് എനിക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തകർന്നു പോകും, പിന്നെ അതൊരു അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് വരാനുള്ള ഈ ഒരു പേഴ്സണാലിറ്റിയിൽ വരും. അപ്പോൾ ഇതും ഒരു ഫാക്ടേഴ്സ് ആണ്. കാരണം ഈ ഒരു കമ്പൽസീവ് ആയിട്ടുള്ള ബിഹേവിയർ വരാനുള്ള സാധ്യതകൾ. പിന്നെ അടുത്ത ഒന്നാണ് മെറ്റാ കൊഗ്നേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മെറ്റാ കൊഗ്നേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചിന്തകളുമായിട്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ്. കാരണം ആ ചിന്തകളെ ഒരു പ്രയാസം അല്ല സോറി ഒരു ചിന്ത അവർക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം അവർക്ക് തോന്നുകയാണ്, കാരണം പിന്നെ ഈ ഒരു ചിന്ത വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ചിന്തകൾ എന്താണ് ഓവറായിട്ട് എന്താണ് അയാൾ ഒരു പ്രയോറിറ്റി കൊടുക്കുക. കാരണം ഈ ഒരു ചിന്ത വന്നുകൊണ്ട് എനിക്ക് ഈ ചിന്തയെക്കുറിച്ചുള്ള വീണ്ടും വീണ്ടും ചിന്ത എന്നൊക്കെ പറയാറില്ലേ, അതാണ് മെറ്റാകോഗ്നേറ്റീവ് എന്ന് പറയുന്നത്. കാരണം ഇതുകൊണ്ട് അയാൾക്ക് സ്വന്തം ചിന്തകളെ കുറിച്ച് തന്നെ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാവും, ഒരുപാട് തരത്തിലുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ അതിൽ കൂടെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ് ലെവൽ കൂടാനുള്ള സാധ്യതകൾ ഉണ്ടാവും. ചിലപ്പോൾ ഇതുപോലെ ചിലപ്പോൾ എന്തൊരു ട്രോമാറ്റിക് ഇൻസിഡൻസിലേക്ക് പോകും. അത് ലൈഫിൽ തന്നെ അയാൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ചിലപ്പോൾ ഒന്നും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം അയാൾക്ക് തോന്നുകയാണ് എനിക്കിങ്ങനെ ഉള്ളതൊരു ക്വിക്ക് റിലീഫാണ് വേണ്ടത്, എനിക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കാം, എനിക്കൊന്നിനും വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ സമയമില്ല എന്നുള്ളത്. എല്ലാം ചില ആളുകളുടെ സ്വഭാവം കാണില്ലേ, എല്ലാം പെട്ടെന്ന് ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ തന്നെ അവർക്ക് അത് ചെയ്തു കൊടുക്കണം എന്നുള്ളത്. കുറച്ച് പ്രായമായുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പൊതുവേ വരുന്നത്. കാരണം നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അത് പ്രായമായത് കൊണ്ടുള്ളത്, പക്ഷെ അപ്പോൾ ഇവർക്ക് മുമ്പേ അത് ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്കത് തിരിച്ചറിയുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു സ്ഥലത്ത് അവർ പിന്നെ റിട്ടയർമെന്റ് ആയി വീട്ടിൽ റിലാക്സ് ചെയ്യുന്ന സമയമാണ് ഇവർ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് നോക്കിയാൽ ഈ പ്രശ്നം പണ്ടേ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ചിന്തകളെ കുറിച്ച്. കാരണം അവർക്ക് കിട്ടണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു പാറ്റേൺ. ഇതും എന്താണ് ഒരു ഫാക്ടേഴ്സ് ആണ് ഈ ഒരു കമ്പൽസീവ് ബിഹേവിയർ വരാനുള്ള. ഇനി നമുക്ക് അസസ്മെന്റ്, ഇങ്ങനത്തെ ആളുകളെ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് അസസ്മെന്റുകൾ എടുക്കുക, അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐഡന്റിഫൈ ട്രിഗർ എന്നുള്ളത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ഈ ഒരു ട്രിഗർ വരുന്നത്, ഏത് സാഹചര്യത്തിലാണ്. അയാൾക്ക് ഓൺലൈനിലായിട്ട് സാധനങ്ങൾ കാണുന്ന സമയത്ത് ഒരു ഷോപ്പിംഗ് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് നടക്കുന്ന ഒരു ഇൻസിഡൻസ് എന്താണ്, ആ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്ന തോട്ട് പാറ്റേണുകൾ എന്തൊക്കെയാണ്, അതായത് ചിന്തകൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് റീഇൻഫോഴ്സ്മെന്റ്, അത് അവർക്ക് ഇത് വാങ്ങാൻ അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയർക്ക് പോകാനുള്ള മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഫാക്ടേഴ്സുകൾ ഉണ്ടോ.
ഇത് പ്രധാനമായിട്ട് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അസസ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ പിന്നെ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് ഒരു ചിലപ്പോൾ ഈ ഒരു ഫാമിലിയിലെ നല്ല ഈ ഒരു ആളെ സ്വഭാവത്തെ കുറിച്ചിട്ടോ നമ്മളേക്ക് ഫാമിലിയെ മൊത്തത്തിൽ അവരെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും. ഇയാൾക്ക് ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല, ഇത് ഒരു മെന്റൽ ഇൽനെസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് കറക്റ്റായിട്ട് അതിൽ നിന്നും റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. പിന്നെ അതേപോലെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ്മെന്റ് അവർക്ക് കൊടുക്കേണ്ടി വരും. മാക്സിമം എന്താണ് അവർക്ക് ധൈര്യം കൊടുക്കുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, നോൺ ജഡ്ജ്മെന്റ് ആയിട്ട് അവരെ കേൾക്കാൻ ശ്രമിക്കുക, അവർ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് അവർ പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മളെ ഭാഗത്തും ഫാമിലിക്കും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്ലൈഡുകൾ വിട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒന്ന് സ്ക്രീനിങ് ആണ്. അപ്പോൾ പിന്നെ ഞാനത് പൂർണ്ണമായിട്ടുള്ള ഒരു PPT റെഡിയാക്കി വിടുന്നുണ്ട്. ഇത് ഓഫീസിൽ നിന്ന് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതിൽ അസസ്മെന്റ് എടുക്കേണ്ടതിൽ ഒന്ന് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ സമയത്ത് അവർക്ക് തെറ്റായിട്ടുള്ള ധാരണകൾ കൂടുതലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ അവർക്ക് ഒന്ന് അന്വേഷിക്കുക എവിടെ നിന്നൊക്കെയാണ് ഉള്ളത്. അതിന് നമ്മൾ സെൽഫ് റിപ്പോർട്ട് അനലൈസ് ക്വസ്റ്റ്യനർ ആണ് അവർക്ക് കൊടുക്കുക. അതിൽ പ്രധാനമായിട്ട് OCDക്ക് ആണെങ്കിൽ OCIR, അത് ഒബ്സസീവ് കമ്പൽസീവ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുള്ള റിവൈസ്ഡ് അവർക്ക് അത് സെൽഫ് റിപ്പോർട്ടാണ്. അവർക്ക് നമ്മൾ ആക്ടിവിറ്റീസ് ആയിട്ടല്ല വീട്ടിലേക്ക് കൊടുക്കുക, ഓരോ ദിവസം ഓരോ തവണ ചെക്ക് ചെയ്യുക ഈ ഒരു ചിന്തകളും പെരുമാറ്റങ്ങളും എത്ര തവണ വരുന്നു എന്നുള്ളത്. പിന്നെ അടുത്തൊന്ന് CBS എന്ന് പറഞ്ഞിട്ട് കമ്പൽസീവ് ബൈങ്, അതായത് പിന്നെ ഇങ്ങനത്തെ ഓൺലൈൻ പർച്ചേസിനും കാര്യങ്ങൾക്കുള്ള ഒരു ബിഹേവിയർ ആണ് നമ്മുടെ അടുത്ത് വന്നിട്ട് CBS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ സെൽഫ് റിപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുക. പിന്നെ അതേപോലെ SOAS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ഒരു വെസ്റ്റേണിൽ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യനർ ഉണ്ട്, ഒരു ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും എനിക്ക് എന്തൊക്കെ പെരുമാറ്റങ്ങളാണ് ഉള്ളത്, ഏതൊക്കെ രീതിയിലാണ് എനിക്ക് എൻ്റെ ലൈഫിനെ ബാധിക്കുന്നത്, എത്ര തവണ ഈ ഒരു ബിഹേവിയർ ദിവസം എനിക്ക് വരുന്നു, ആ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ട്രെസ് ഏതൊക്കെ രീതിയിലാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ. ഇനിയിപ്പോൾ അതേപോലെ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറക്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് ധാരണ കിട്ടാൻ വേണ്ടി ഇത് എന്തിലാണെന്ന് അറിയാം. ഇത് നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിസിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ക്രീനിങ് ടെസ്റ്റുകൾ പൂർണ്ണമായിട്ട് നമ്മൾ നടത്തേണ്ടി വരും. അവിടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ്റ്റിംഗ് ടൂൾസുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നോക്കുക. അപ്പോൾ ഫോർമുലേറ്റ് കമ്പൽസറി ബിഹേവിയർ വരുന്ന SCID എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസ് ഉണ്ട്. പിന്നെ അവരുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലയൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു DSM-5 കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനർ. കാരണം ഇതിൽ പ്രധാനമായിട്ടും അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ അവരിക്കുന്ന ആ ബിഹേവിയർ അവർ എത്രത്തോളം ബുദ്ധിമുട്ട്, നല്ല സ്കോർ എങ്ങനെയാണ്, അത് നമുക്ക് എന്തൊക്കെയാണ് ഇൻ്റർവെൻഷനിലേക്ക് പോകേണ്ടത്, DSM പറഞ്ഞിട്ടുള്ള സിംറ്റംസുകൾ തന്നെയാണോ ഇയാൾക്കുള്ളത്, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അടുത്തൊന്നാണ് മിനി എന്ന് പറയും, മിനി ഇൻ്റർനാഷണൽ ന്യൂറോ ഡെവലപ്മെൻറ്റ് സൈക്കോട്ടിക് ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ബിഹേവിയർ ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ അടുത്തൊരു അസസ്മെൻറ്റ് ടൂൾസാണ് സെവറിറ്റി, അതേപോലെ പിന്നെ ആ ഒരു സിവിയർ ആയിട്ടുള്ള ആ കേസ് അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കുന്ന അതിൻ്റെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ OCD ആണെങ്കിൽ നമുക്ക് വൈബോക്സുകൾ കൊടുക്കാം, വൈബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസ് കൊടുക്കാം. അത് ഏകദേശം 10 ചോദ്യങ്ങളാണ്. യെസ് മാം പറയൂ. ഇതിന് മുൻപ് പറഞ്ഞ മിനിന്നോ എന്തൊരു വേർഡ് പറഞ്ഞല്ലോ, അതെന്താണ് ആ ക്ലിയർ ആയില്ല. മിനി അതൊരു അസസ്മെന്റ് ടൂൾസ് ആണ്. മിനി ഇന്റർനാഷണൽ ന്യൂറോ സൈക്കാട്രിക് ഇൻവെന്ററി എന്നുള്ളതാണത്. അതൊരു അസസ്മെന്റ് ടൂൾസ് ആണ്. ഞാൻ പറ്റുമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം അതിലും ഏകദേശം ആ ഒരു കമ്പൽസീവ് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അയാൾക്ക് ഇപ്പോൾ ഏതിലാണ് കമ്പൽസീവ് പ്രവർത്തനം ഉള്ളത്, അതിൻ്റെ അഗ്രസീവ് ആയിട്ടുള്ള പാറ്റിംഗ്, കമ്പൽഷൻ എങ്ങനെയാണ്, ഒബ്സഷൻ എങ്ങനെയൊക്കെയാണ് പോകുന്നത് വ്യക്തമായിട്ട് ആ ടൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ അത് സെൽഫ് റിപ്പോർട്ടല്ല, നമ്മൾ ചെയ്യുന്നതാണ്, ക്ലിനിക്കൽ ലെവലിൽ ചെയ്യുന്നതാണ്. അവരോട് ചോദിക്കുക ഇന്ന സമയത്ത് ഇന്ന തോട്ട് ഉണ്ടാവാറുണ്ടോ, നിങ്ങൾ എത്ര തവണ ഈ ഒരു ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഏകദേശം ഒരു 70 അടുത്ത് ക്വസ്റ്റ്യൻസുകളുണ്ട്. അബൌട്ട് 160ൻ്റെ മുകളിൽ സ്കോറൊക്കെ ഹൈ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് ആ ഒരു പിന്നെ ഈ ഒരു ബിഹേവിയർ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്തതൊന്നാണ് ഇതേ അസസ്മെന്റ് പ്ലാനിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് അവരെ ഈ ഒരു സിവിയറിറ്റി, അതായത് ഹൈ സിവിയർ ആണോ കുറഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒന്ന് വൈബോക്സ് ആണ്, OCD ആണ്, വൈബോക്സ് ആണ് ഉപയോഗിക്കുക. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ്, 5 കമ്പൽഷനും 5 പിന്നെ അതേപോലെ ഈ ഒബ്സഷനും.
ചിന്തകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുള്ളത്. പിന്നെ ഇത് നമുക്ക് നോർമലായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇത് ഏതിലാണ് ഈ OCD ഉള്ളത് തിരിച്ചറിയാൻ വേണ്ടി ആരോൺ ടീപ്പൊക്കെ CBTയിലൊക്കെ ഉപയോഗിക്കുന്ന ടൂൾസുകളുണ്ട്. ഏകദേശം എല്ലാ ഒബ്സഷനും എല്ലാ കമ്പൽഷനും വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അത് ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്നതാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി ഹാമിലാണോ, ഇനി പിന്നെ ഇതേപോലെ കണ്ടാമിനേഷനിലാണോ, പിന്നെ സെക്ഷൽ ഓറിയന്റേഷനിലാണോ, ഇനി റിലീജിയസിലാണോ, ഏതിലാണ് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് ആ ടൂൾസുകൾ ഉപയോഗിച്ചാൽ കഴിയും. പിന്നെ അതേപോലെ ഇവരെ ഡെയിലി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഈ ഒരു ശൈലികളൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ജോബ്, അതേപോലെ ഈ ഒരു പഠനം, അതേപോലെ റിലേഷൻഷിപ്പ്, പിന്നെ അതേപോലെ ഇമോഷൻ ഇൻസ്റ്റബിലിറ്റി, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഡെയിലി ഫങ്ഷൻസ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇന്റർവെൻഷൻ ഇതിൽ കൊടുക്കാനുണ്ട്. മെയിനായിട്ട് ഈ ഒരു CBT തന്നെയാണ്. അതേപോലെ CBT കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് RBT, അതേപോലെ DBT, ഓരോന്ന് പാറ്റേൺ CBTയിലെ അല്ല ഓരോ തെറാപ്പിയിലെ നമുക്ക് ഇതിൽ നടത്താം. അപ്പോൾ പ്രധാനമായി ചെയ്യുന്നതിന് മുമ്പ് സൈക്കോ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഏത് തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും സൈക്കോ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. തൻ്റെ രോഗം അല്ലെങ്കിൽ അതിൻ്റെ ട്രിഗർ, ബിഹേവിയർ സൈക്കിള്, കോൺസിക്വൻസസ്, നെഗറ്റീവ് ഡിസ്റ്റോർഷൻസ് ഇത് തിരിച്ചറിയുക. ഇതിലൂടെ അവരുടെ ആങ്സൈറ്റിയും ഷെയിം, അതേപോലെ ഗിൽറ്റി ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമെന്നുള്ളതാണ്. പിന്നെ CBTയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തോട്ട് റെക്കോർഡുകൾ കൊടുക്കാം, ബിഹേവിയർ എക്സ്പെരിമെന്റ് കൊടുക്കാം. ബിഹേവിയർ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ തോട്ട് അവർക്ക് എത്രത്തോളം സത്യമാണ്, റിയൽ ആണ്, അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ആ ഒരു പാറ്റേണിലേക്ക് മാറ്റങ്ങൾ വരുത്തുന്ന രീതി. പിന്നെ അതേപോലെ മറ്റൊരു ബിഹേവിയർ മാനേജ്മെന്റിലൊക്കെ പോവുകയാണെങ്കിൽ അയാൾക്ക് എക്സ്പോഷർ കൊടുക്കാം. എവിടെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളത്, ഈ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആ സിറ്റുവേഷനിൽ കൂടെ ആ പേടി കുറച്ചുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന ഒരു പാറ്റേൺ ആണ് എക്സ്പോഷർ തെറാപ്പി. അതിൻ്റെ കൂടെ തന്നെ റിലാക്സേഷൻ മെത്തേഡുകൾ, മൈൻഡ്ഫുൾനെസ്, അതേപോലെ പിന്നെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മൈൻഡ്ഫുൾനെസ്സുമായിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ മെഡിക്കേഷൻ വേണമെങ്കിൽ ചിലപ്പോൾ ഇതിന് ആവശ്യമായിട്ട് വരും. OCDക്കൊക്കെ ചിലപ്പോൾ ഹൈ ആയിട്ടുള്ള OCDക്കൊക്കെ മരുന്ന് എന്തായാലും നിർബന്ധമായിട്ട് വരും. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഏറ്റവും വലുത് ഇവർക്ക് ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന സമയത്ത് ഒരു പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ അപ്പോൾ OCD ഉള്ള ആളുകൾക്ക് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ആ കമ്പൽസീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇന്നത് കൈ കഴുകാൻ തോന്നണം, എനിക്ക് അങ്ങോട്ട് ചെക്ക് ചെയ്യണം തോന്നുന്ന സമയത്ത് അവരോട് ആ സമയത്ത് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറയുക എന്നുള്ളതാണ്. ആ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ഹൈ ആയിട്ടുള്ള ആങ്സൈറ്റി കൂടും. പക്ഷേ എന്താണ് അത് മിനിറ്റുകൾക്ക് മാത്രമേ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ആ മിനിറ്റുകൾ കഴിഞ്ഞാൽ എന്താണ് അത് നാച്ചുറൽ ആയിട്ട് എന്താണ് ആങ്സൈറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് അതിനവർക്ക് പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഹാബിറ്റേഷൻ മോഡലാണ്. ഹാബിറ്റേഷൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് പ്ലാനാണ്. ആ സമയത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. കാരണം OCDക്ക് നമുക്ക് വേറെ ട്രീറ്റ്മെന്റ് കൊടുക്കാനില്ല. ആ സമയത്ത് ഈ ഒരു കമ്പൽസീവ് പ്രവർത്തനയ്ക്ക് ഇപ്പോൾ രാത്രി എഴുന്നേറ്റ് പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഡോറ് തുറക്കാനോ പൂട്ടിയിട്ടുണ്ടോന്നോ അവരെ പിടിച്ചു നിർത്തുക. ഇനി ഒരു വട്ടം ഡോറ് പൂട്ടി വന്നിട്ടുള്ളതല്ല, ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് നമുക്ക് റിസ്ക് ആണ്. കുറച്ച് ഇപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എമ്പതിയും ഒരുപാട് സിമ്പതി ഒന്നും ഈ ഒരു OCD കേസിലേക്കൊന്നും നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെ കുറച്ച് തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ കുറച്ചൊരു നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെയാണ് അത് അവർ കറക്റ്റായിട്ട് ചെയ്യുകയുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ കേസുകൾ പോലെ ഒരുപാട് അങ്ങോട്ട് നമ്മുടെ സിമ്പതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, എമ്പതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ മുതലാക്കും. അവിടെ OCD സിംറ്റംസുകൾ കുറയില്ല. ഈ ഒരു പറഞ്ഞ പോലെ കമ്പൽസീവ് ബിഹേവിയർ ഒന്നും കുറയാനുള്ള സാധ്യതകളില്ല. ഇതാണ് ഇപ്പോൾ ഓവറോൾ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഒരു ഇവരോട് OCD ഉള്ള ഒരു വ്യക്തിയോട് സർ ഉം. നമ്മളിപ്പോ ഇതൊക്കെ എഴുതി വെക്കാനും ഒക്കെ പറഞ്ഞു അവരുടെ എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഏതൊക്കെ സമയത്ത് തോന്നുന്നുണ്ട്, അതൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞിട്ട് രണ്ടാമത് നമ്മുടെ പ്ലാൻ കൊടുക്കുമല്ലോ. ആ ഇതിന് തോട്ടാണോ കൂടുതൽ അതല്ലെങ്കിൽ അവരുടെ ഇതാണോ പെരുമാറ്റമാണോ കൂടുതൽ വരുന്നതെന്ന് നമ്മൾ അതെ. ശ്രദ്ധിച്ചിട്ട് അപ്പൊ ഏത് ഭാഗത്താണ് എന്ന് കണ്ടിട്ട് നമ്മൾ അവർക്ക് വല്ല എക്സസൈസുകളാണോ കൊടുക്കേണ്ടത്? തൽക്കാലം നമുക്ക് എക്സസൈസ് ഒന്ന് കൊടുക്കുക എന്നുള്ളത്
സി CBTയിലാണെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തോട്ട് റെക്കോർഡ് ചെയ്തിപ്പിക്കും. അതൊരു ആക്ടിവിറ്റീസ് ആണ്. എപ്പോൾ ചിന്ത വരുന്നു ആ സമയത്ത് ഒരു പേപ്പർ എടുത്ത് എഴുതുക എന്നുള്ളത്. ആ CBT തോട്ട് റെക്കോർഡ് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ എന്നുള്ളത് അവരെ തോട്ടായിട്ട് കൊടുക്കുക. ആ സമയത്ത് ഈ അടുത്തൊരു പോർഷനിൽ വരുന്ന ഈ തോട്ട് വരുന്ന സമയത്ത് അവരുടെ ഇമോഷൻ റേറ്റ് എത്രയാണ്, ആങ്സൈറ്റി ആണോ അല്ലെങ്കിൽ ഫിയർ ആണോ സാഡ് ആണോ, എന്താണ് വരുന്ന ആ ഇമോഷൻസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് എഴുതും. അതിനുശേഷം ഈ ഒരു ആങ്സൈറ്റി വന്നതിന് ഈ ഒരു ഇമോഷൻ ശേഷം മനസ്സിലൂടെ വരുന്ന ചിന്തകൾ ഏതാണ്, കുറച്ചും ശക്തമായിട്ടുള്ള ഒരു ചിന്ത വീണ്ടും റിപ്പീറ്റഡ് എഴുതാൻ വരും. ആ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം അത് ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ് എവിഡൻസ് ബേസ്ഡ്. എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഇവർക്ക് ഈ ഒരു ചിന്തകൾക്ക് തെളിവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, നിങ്ങളെ മനസ്സിൽ വന്ന ചിന്തകൾക്ക് എന്തൊരു തെളിവിൻ്റെ അടിസ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്, ആ തെളിവ് അവരെ കൊണ്ട് എഴുതാൻ പറയും. തെളിവുണ്ടാവില്ല, കാരണം OCD ഉള്ള ആളുകൾക്ക് എന്താണ്, അവരെ ചിന്തയിൽ മാത്രമാണ് പ്രശ്നം. ഒരിക്കലും എന്താണ് അവരെ മനസ്സിൽ വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് ഇന്ന ആളുകൾ പോവില്ല. അത് നമ്മൾ ഉറപ്പായിട്ട്. ഇപ്പോൾ അവരിപ്പോൾ അടുത്ത് വന്നിട്ട് ഒരു കേസിൽ അയാൾ പറയാണ്, ഞാൻ 10 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, അയാൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതൊരു മാനസിക രോഗമാണ്, ഞാനൊരു മാനസിക രോഗിയാണ്, ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ ഡോക്ടർ, ഞാൻ പറഞ്ഞു ഇതൊരു മാനസിക രോഗം തന്നെയാണ്, അത് വിചാരിച്ച് നിങ്ങളൊരു മാനസിക രോഗിയല്ല, നിങ്ങൾ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും. 10 കൊല്ലമായിട്ട് ആ ഡോക്ടർ മരുന്ന് നിങ്ങൾ കഴിക്കണമെങ്കിൽ നിങ്ങൾ ഡോക്ടർ മോശക്കാരനാണെങ്കിൽ നിങ്ങൾ അവിടെ പോവില്ലല്ലോ. കാരണം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മനസ്സിൽ വരുന്ന തെറ്റായിട്ടുള്ള ധാരണകൾ കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ചിന്തകളെ നമ്മൾ കണ്ടെത്തുക. ആ ചിന്ത വരുന്ന സമയത്ത് അതിനെ എന്താണോ എനിക്ക് അതിലേക്ക് പോകാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നത്, അതിലേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഓവറായിട്ട് നമുക്ക് റിലാക്സേഷൻ മെത്തേഡുകളൊന്നും കൊടുക്കാൻ പാടില്ല. ബ്രീത്തിങ് എക്സസൈസുകൾ, അതേപോലെ മെഡിറ്റേഷൻ, ഇതൊക്കെ സിമ്പിളായിട്ട് ദിവസം ഒരു തവണ മാത്രം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ബ്രീത്തിങ് ഡീപ്പായിട്ടുള്ള, പിന്നെ നമ്മൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ആൾ ചെയ്യും. അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. അയാൾക്ക് തോന്നുകയാണ് ഇത് ചെയ്താൽ ഓക്കെ ആണ്, എനിക്ക് ആ ചിന്ത വരുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു ആശ്വാസം, അത് അങ്ങോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. അപ്പോൾ റിലാക്സേഷൻ കൊടുക്കുന്ന സമയത്ത് ഡെയിലി ഒന്ന്, രാവിലെ ഒന്ന് അല്ലെങ്കിൽ വൈകിട്ട് ഒന്ന്, ആ ഒരു പാറ്റേണിൽ കൊണ്ടുപോകുക. പിന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അയാളെ ഡെയിലി ലൈഫിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എവിടെയാണ് ആ ബുദ്ധിമുട്ടുള്ളത് അതിലേക്ക് കൂടുതലായിട്ട് ആളെ ആക്റ്റീവാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഇന്റർവെൻഷൻ രീതി പോകാനുള്ളത്. Thank you, sir. Thank you very much. You well explained it. Thank you, sir. Thank you very much. Nice class Thank you. also. Thank you very much. Thank you. Wonderful session. Okay. സാർ എക്സ്ക്യൂസ് മീ, ഇന്ദിരയാണ്. നല്ലൊരു പറയൂ. സെഷൻ ആയിരുന്നു, നന്നായിരുന്നു. കുറെ ദിവസമായിട്ട് എനിക്ക് കൂടാൻ പറ്റിയിരുന്നില്ല. ആ, ഇപ്പൊ എടുത്ത ഉടനെ ഇന്ന് തന്നെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു എല്ലാവർക്കും, ഈ Happy New Year. ഗ്രൂപ്പിനോടും. ആ, ആ, ഇപ്പൊ ഇന്ന് എനിക്ക് ഓക്കെ. കേറാൻ കുറച്ച് വയ്യായികയായിരുന്നു, അതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ മിസ് ചെയ്തത്. ഉം, ഇപ്പൊ എനിക്ക് സാറ് ക്ലാസ് പറഞ്ഞു വന്നപ്പോ, ഇത് ഉം, ഡ്രഗ് അഡിക്ട്സിന് ആഫ്റ്റർ ഇത് കഴിഞ്ഞതിന് ശേഷം, അതിന്ന് അവര് പുറത്തു വന്നതിന് ശേഷം ഈ ഉം. സിംറ്റംസ് കാണുന്നുണ്ടല്ലോ, ആ, അതെന്തുകൊണ്ടാണ്? അത് ആ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു പറയാൻ ഒരു ഫാമിലി ഇന്റർവെൻഷൻ എന്ന ഒരു സാധനമുണ്ട്. അയാൾ ഒരു അഡിക്ഷനൊക്കെ കഴിഞ്ഞ് ഒരാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു ഉദാഹരണം ജസ്റ്റ് ആയിട്ട് പറയാം. നമ്മൾ പറയാം, നീ ഇപ്പോൾ ഒരു അഡിക്ഷനൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഇനിയിപ്പോൾ പഴയതുപോലെ ഒന്നും അതിലേക്കൊന്നും പോകരുത് കേട്ടോ, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇന്റേണൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ബ്രെയിൻ സിസ്റ്റം ഉണ്ട്, ന്യൂറോ ഒരു ട്രാൻസ്മിറ്റേഴ്സുകൾ. അവിടെ എന്ത് ചെയ്യും, ഞാൻ ഇന്നതൊക്കെ ചെയ്ത് മരുന്ന് കുടിച്ചൊക്കെ മാറ്റി വന്നിട്ടും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ ഫാമിലിക്കൊന്നും എന്നെ വിശ്വാസമില്ല എന്നുള്ള ഒരു തവണ അയാൾക്ക് തോന്നിയാൽ മതി. ആ തോട്ടിലെ കൂടെ എന്ത് ചെയ്യും, ആങ്സൈറ്റി കൂടും അയാൾക്ക്. ആ സമയത്ത് നമ്മുടെ എപ്പോഴും നമുക്കുണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കും. കാരണം ഫാമിലി സപ്പോർട്ട് അവിടെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. കാരണം നിരന്തരമായിട്ടുള്ള ഉപദേശങ്ങൾ, കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് ചെയ്യരുത്, കൂട്ടുകാരെ കൂടെ പോകരുത്, ആരെങ്കിലും ഫോൺ എടുത്ത് ഇങ്ങോട്ട് പുറത്തിറങ്ങി കണ്ട നീ ആരെ കൂടെയാ പോകുന്നത്, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ അയാൾക്കെതിരെ കൊടുക്കുന്ന സമയത്ത് അയാൾ സ്വയം ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാണ്ടായി പോവുകയാണ്. അയാൾ സ്വയം അപ്പൊ അതിന് പിന്നെ പതിയെ പതിയെ എന്താണ്, ഞാൻ പഴയതുപോലെ തന്നെ ആയാൽ വലിയ കുഴപ്പമൊന്നുമില്ല, കുടുംബക്കാരും നാട്ടുകാരൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ള ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു പവർ വന്ന് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളെന്ത് പിന്നെ പിന്നെ പിടിച്ചാൽ കിട്ടിക്കോളണമെന്നില്ല.
അപ്പൊ മെയിൻ ആയിട്ട് ഇനിയിപ്പോൾ ഇയാൾ ഇന്റർവെൻഷൻ ഈ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ് ഈ ഒരു അഡിക്ഷൻ ഇതൊക്കെ കഴിഞ്ഞ് റീ അഡിക്ഷൻ സെന്ററിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകളാണെങ്കിൽ ഫാമിലിയിൽ ഏറ്റവും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പഴയതിൽ അയാൾ എന്ത് തെറ്റ് ചെയ്തു, നമ്മൾ എന്ത് ഉപദ്രവിച്ചു എന്നുള്ളതല്ല, പ്രസന്റ് മൊമെന്റിൽ അയാൾ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ആ രീതിയിൽ തന്നെ കാണുക, അയാൾ കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ താങ്ക് യു സർ. ഇതേ സിംറ്റം ആണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ. ഓക്കെ ഓക്കെ. വേണുഗോപാൽ സാർ, കുറെ ആയല്ലോ നമ്മൾ കണ്ടിട്ട്, സംസാരിക്കാൻ പറ്റുമോ? യെസ്, എന്താണ് വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങളൊക്കെ കൊള്ളാം. ഉം. ഇതിന്റെ ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നിട്ട് ടോട്ടലി ഡിഫറെന്റ്. നിങ്ങൾ പറയാത്തതാണ് ഞാൻ പറയാൻ പോകുന്നത്. സിൻസ് അത് ഞാൻ പറയേണ്ട എന്നിരിക്കാതെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താണ് ഞാൻ പറയാൻ പോവാണ്. ഈ കള്ളം പറയുന്നത് ചിലർക്ക് ഓബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന്റെ പാർട്ടായിട്ട് വരും. അത് പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരെന്തറിയാം, ആ പറഞ്ഞ കള്ളം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തെല്ലാം നിങ്ങൾ തെളിവെല്ലാം കൊടുത്താലും അത് ശരിയല്ല എന്ന് പറഞ്ഞാലും EVM പറഞ്ഞുകൊണ്ടേയിരിക്കും. വോട്ട് ചോരി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ്. അതാണ് എന്റെ അഭിപ്രായം. താങ്ക്സ്. അതൊക്കെ ഓക്കെ, അതും ഇതിൽ പെടും. മാനിപ്പുലേഷൻ, ബുള്ളിങ്. ഏതായാലും വളരെ സന്തോഷം. ഗുഡ് ഈവനിങ് സർ. ചന്ദ്ര. എന്താണ് വിഷയം മാം? ഗുഡ് ഈവനിങ് മാം. സർ, ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ നോളജ് ഇല്ല. സോ ഞാൻ അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. സോ ഇറ്റ്സ് വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലായി. ബിക്കോസ് ഞാൻ ചിലതൊക്കെ എനിക്ക് ഫീൽ ആയത്, ഇത് നമ്മളുടെ വീട്ടിലൊക്കെ അല്ലേ സർ, നമ്മൾ പലപ്പോഴും ഈ തിങ്സ് ഒക്കെ എടുത്തു വെക്കുമല്ലോ, സാധനങ്ങൾ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എടുത്തു വെക്കുമല്ലോ. പിന്നെ അത് നമ്മളതിനെ കുറിച്ചിട്ട് ബോധർഡേ ആയിരിക്കില്ല. പക്ഷെ ഇപ്പൊ സർ പറയുന്ന ക്ലാസ് വെച്ചിട്ട് അതൊരു ശരിക്കും നമ്മളുടെ ഒരു പ്രോബ്ലം ആണ് അല്ലേ സർ? സർ പറയണത് വെച്ചിട്ട് അത് നമ്മള് പ്രോബ്ലം ആണ്. പക്ഷെ അതൊന്നും ഒരു നോർമൽ ആണല്ലോ. അതൊരു ഇഷ്യൂന്ന് എങ്ങനെ മനസ്സിലാക്കുക സർ? അതൊരു ഇഷ്യൂ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? അപ്പം മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിനെ കുറിച്ച് ബോധേഡല്ല. പക്ഷെ അവിടെ വിഷു ഇല്ല, നമുക്കൊരു പ്രശ്നവും ഇല്ല. അതേ സമയത്ത് നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുകയാണ്. അവിടെ വെക്കാൻ പാടില്ല, അവിടെ വെക്കാം, എൻ്റെ സാധനങ്ങൾ തൊടാൻ പാടില്ല, ഇത് ഒന്ന് വീട്ടിൽ നിരന്തരമായിട്ട് പറയുകയാണ്, നിങ്ങൾ അതെടുത്ത് കളയാൻ പാടില്ല, ഞാൻ എൻ്റെ സാധനത്തിൽ ഞാൻ ഓരോ ദിവസം നിങ്ങൾ അതിങ്ങനെ അതിനെപ്പറ്റി എടുത്തു വെച്ച സാധനങ്ങൾ ഇങ്ങനെ കുനിഞ്ഞു കൂടുകയാണ് ഓരോന്നായിട്ട്. അപ്പൊ എന്താണ്, നമുക്ക് അതിനെപ്പറ്റി ഒരു ആങ്സൈറ്റി, ടെൻഷൻ കൂടുകയാണ്. കാരണം ആരെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായി പോവോ എന്നുള്ള ടെൻഷൻ നമ്മളെ മനസ്സിൽ വരും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ നിരന്തരമായിട്ട് പഴയ എടുത്ത് വെച്ച സാധനങ്ങളൊന്നും എടുത്തു നോക്കി വെക്കും, അതൊക്കെ അവിടെ ഉണ്ടോ, പൊടി തട്ടി പിന്നെയും വെക്കും. കാരണം ഇത് പിന്നെ അതെന്ത് ചെയ്യാം. അപ്പൊ ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് അത് സിംറ്റംസ് ആയിട്ട് അറിയാൻ പറ്റും. എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതേപോലെ ഞാൻ എല്ലാ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്, എനിക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അത് അവിടെ കിടക്കട്ടെ, എന്തെങ്കിലും എടുത്ത് കളയാം, അല്ലെങ്കിൽ ഉപകാരപ്പെടുകയാണ്, ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിക്കോട്ടെ, ആ ഒരു തോട്ടിലേക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം അതെ, മറ്റൊരു ഓപ്പോസിറ്റ് വശം നോക്കുമ്പോൾ ബുദ്ധിമുട്ടായി വരുന്ന ഡിസ്ട്രെസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ ബാധിക്കുക തന്നെ ചെയ്യുന്നത്. ഈ ഒരു ബിഹേവിയർ അവിടെ ഉണ്ടാവും. ഓക്കെ സർ. ബിക്കോസ് ആ ഫുൾ ഫാമിലി അയാൾ ഇങ്ങനെ ചെയ്യുന്നതാണ്, അപ്പൊ അതൊരു ഇഷ്യൂ അല്ല. അത് നോർമലാക്കി വിടുന്നുണ്ടെങ്കിൽ അപ്പൊ അതവിടെ ഒരു ഇഷ്യൂ ഉണ്ടോ സർ? ആ ഫാമിലിയിൽ അതൊരു ഇഷ്യൂ അല്ല. എന്നാ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ആർക്കും ഫാമിലി ബുദ്ധിമുട്ടില്ല, അയാൾക്ക് ബുദ്ധിമുട്ടില്ല, ഒന്നും പ്രശ്നം, അതൊരു വിഷയമൊന്നുമല്ല. ബിക്കോസ് ഇപ്പൊ അത് നമ്മൾ ക്യൂർ ചെയ്യണോ സർ? അത് ക്യൂർ ചെയ്യണോ? അത് നമ്മളായിട്ട് അത് പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് ക്യൂർ ചെയ്യാൻ നോക്കണോ? ഇസ് ഇറ്റ് ടു ബി ക്യൂർഡ്? ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറയണമെന്നാൽ റിയലി ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ മൈ ഫാമിലി ഓൺലി. എന്റെ ഹസ്ബൻഡ് ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ എടുത്തു വെക്കും.
പിന്നെ നമ്മളെ ആ കൊണ്ട് ഒന്നും അത് ഹിൽ നോട്ട് അലോസ്. നമ്മളതിന് വി ആർ നോട്ട് അറ്റ് ഓൾ ബോധേർഡ് അബൌട്ട് ദാറ്റ്. ബട്ട് സർ പറയണ മാതിരി ഇപ്പൊ ഞാൻ സർ ഈ ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഞാൻ അത് ചിന്തിക്കുന്നത്. ദാറ്റ് ഈസ് അത് റിയാലിറ്റി. പിന്നെ ഞങ്ങളുടെ ഇടയിൽ പറയണത് പിന്നെ പലപ്പോഴും ഇതൊരു നെഗറ്റീവ് എനർജിയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് വീട്ടിൽ വെക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് എന്നുള്ള രീതിയിൽ മാത്രം പറയണല്ലോ എന്നല്ലാതെ ഇറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് ഹിം എന്നുള്ളത് ഓൺലി നൗ ഐ എം റിയലൈസിങ് ഇറ്റ്. ഇതൊരു അതെ പ്രോബ്ലം തന്നെയല്ലേ സർ? ഇതൊരു പ്രോബ്ലം തന്നെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന രീതി പോവുകയാണെങ്കിൽ ഒരു പ്രോബ്ലം തന്നെയാണ്. പുള്ളിക്കാരന് കറക്റ്റ് നേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അയാളെ ചോദിക്കുക, നല്ലൊരു സൈക്കോളജി, എന്താണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുള്ള ഉപകാരം എന്താണ് എന്ന് കറക്റ്റായിട്ട് ചോദിക്കുക. ഒരു പിന്നെ ഒരു കാര്യം ല- സർ, ഉം. സോറി സർ ഇന്ററപ്റ്റ് ചെയ്യുന്ന, സോറി സർ, ബിക്കോസ് ആ പ്രോബ്ലം. അനദർ അഗെയിൻ എന്റെ പ്രൊഫഷനത്തെ ഒരു ഇഷ്യൂ ആണത്. ബിക്കോസ് ആ ഞങ്ങളുടെ ഇവിടെ ഇപ്പോ എന്റെ ഹസ്ബൻഡ് ആയാലും ശരി ഞാനായാലും ശരി ഞങ്ങളുടെ ഓരോ പേപ്പറും എടുത്തു വെക്കണം. ബിക്കോസ് ഈ സുപ്രീം കോടതി വരെ പോവുമല്ലോ. ആ ഒരു കേസ് നമ്മൾ ലോവസ്റ്റ് കോർട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഹയസ്റ്റ് കോർട്ട് വരെ പോകുമ്പോ ഇറ്റ് ഈസ് ഉം. ടേക്കിംഗ് അറൌണ്ട് 30-40 years സർ. ആ ഓക്കെ. അപ്പൊ നമ്മൾ ഈ പേപ്പർ എടുത്ത് കളഞ്ഞാൽ നമ്മളുടെ ക്ലയന്റ് വന്നിട്ട് നമ്മുടെ അടുത്ത് അത് ചോദിക്കുമ്പോ അവർക്ക് റെഫർ ചെയ്യാൻ അടുത്ത ലെവലിലുള്ള അഡ്വക്കേറ്റ് അത് റെഫർ ചെയ്യണം പറയുമ്പോ നമ്മളെടുത്ത് വെക്കണം ഇത്. അങ്ങനെ അത് വരുമ്പോ വെക്കണം. അത് അതൊരു അപ്പൊ അത് അത് നമുക്കൊരു അത് അബ്സോല്യൂട്ട് ബിഹേവിയർ ആയി പ്രൊഫഷൻ കൂട്ടാൻ പാടില്ല. അത് നമ്മളെ പ്രൊഫഷണൽ ആണല്ലോ, ആവശ്യമുണ്ടല്ലോ. ഓക്കെ. അതല്ല സോ ഞാൻ അതിലിരുന്ന് നമ്മളുടെ ഹാബിറ്റ് വരുന്നത് സർ. അതിലിരുന്നാണ് ആ നമുക്ക് ഹാബിറ്റ് വരുന്നത്. അയ്യോ ഇത് എവിടെങ്കിലും യൂസ് ആവോ എന്നുള്ള രീതിയിൽ എടുത്തു വെക്കാൻ. അപ്പൊ ഇത് നമ്മൾ ആ ആ എങ്ങനെ സാർ പറയുന്നത് ഇപ്പൊ മനസ്സിലാവുന്ന ചിലതൊക്കെ നമ്മുടെ കോർട്ട് വർക്ക് റിലേറ്റഡ് ആണ്. ആ അതെ. പക്ഷെ അവിടെ പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തിരിച്ചറിയുക എന്നുള്ളതാണ്. എനിക്ക് ഇന്നത് ആവശ്യമുണ്ട്, അത് ഉറപ്പാണ്. ഇന്നൊരു ക്ലയന്റ് എൻ്റെ അടുത്ത് തിരിച്ചു വരും വർഷങ്ങൾക്ക് ശേഷം, അല്ല എനിക്കത് സബ്മിറ്റ് ചെയ്യേണ്ട പേർപ്പസ് ആണ്, നമുക്ക് മാറ്റി വെക്കാം. അതേ സമയത്ത് ഒരു ക്ലയന്റിന്റെ എല്ലാ കാര്യങ്ങളുമായ കേസൊക്കെ കഴിഞ്ഞ് വിധി വന്നു ഓക്കെ ആയി ലൈഫിലേക്ക് അയാളുടെ ലൈഫ് പോയി, നമുക്ക് കിട്ടേണ്ട ഫീസൊക്കെ കിട്ടി, എന്നിട്ടും അയാളുടെ ഡീറ്റെയിൽസ് മൊത്തം നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു നല്ല രീതി എക്സ്പീരിയൻസ് സൂക്ഷിക്കുക. പക്ഷെ അത് എടുക്കെടുത്ത് നമ്മൾ നോക്കുകയാണ് ആ സാധനം അവിടെ ഉണ്ടോ എന്നുള്ളത്. ആ ക്ലയന്റിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. ആ ക്ലയന്റ് എന്തെങ്കിലും എന്നെ ഇതിനെപ്പറ്റി ചോദിച്ച് വീണ്ടും വരുമോ എന്നൊക്കെ ചിന്തകൾ വന്നാൽ നമുക്കൊരു കമ്പൾസീവ് ബിഹേവിയർ ആയിട്ട് കാണാം. അതേ സമയത്ത് അത് ഓക്കെ. ആ സാർ പറയൂ. അതായത് ആ ക്വസ്റ്റ്യൻ ചന്ദ്രാജി, ഉം. ഞാനിവിടെ അമേരിക്കയിലാണ്. ഇത് അമേരിക്കയിലാണെങ്കിൽ നമ്മുടെ അവിടെയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ കുറേ കേസുകൾ കുറേ വർഷങ്ങളായിട്ട് പല കോടതിയിലും ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചില ഓൾഡ് റെക്കോർഡ് എൻ്റെ പ്രീവിയസ് അറ്റൻഡ് ഞാൻ ചോദിക്കുമ്പോൾ അവർ തരും. അവർ വെച്ചാൽ എല്ലാം ഇലക്ട്രോണിക്കായിട്ട് ഇത് കെട്ടിവെക്കണ്ട, അതിനെ അപ്ഡേറ്റ് ചെയ്ത് അതിനെ അപ്ലോഡ് ചെയ്തിട്ട് ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നാട്ടിലതെല്ലാം പറ്റും. യു ഹാവ് ടു ഫൈൻഡ് ഓർ ഹയർ സംബഡി ഹു ക്യാൻ ഈ പേപ്പറിന് ഇതെല്ലാം തന്നെ ഡിജിറ്റൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നില്ല. എപ്പോഴും അവർ കോൺടാക്ട് ചെയ്താലും യു ക്യാൻ പ്രൊവൈഡ് ദാറ്റ് ഇൻഫർമേഷൻ. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ടിപ്പ് ഞാൻ പറയുന്നത്. No, sir, what you're saying is we have got into it in as far as Kerala is concerned just now. Okay. So even the courts are finding it difficult to get the old records. These records. ചന്ദ്രാജി കോർട്ടിനെ വിട്ടേക്കുക. യുവർ ഇഷ്യൂനെ അഡ്രസ് ചെയ്യാണ് ഞാൻ, കോടതിയുടെ അല്ല. യുവർ ക്ലയൻസ്, യുവർ റെക്കോർഡ്സ്, യു ക്യാൻ സേവ് ദാറ്റ് വേ സോ ദാറ്റ് വെൻ യുവർ ക്ലയന്റ് കോൺടാക്ട്സ് യു ഫോർ ദാറ്റ് റെക്കോർഡ് യു ക്യാൻ പ്രൊവൈഡ് ദാറ്റ്. അത്രേ ഉള്ളൂ. Yes, that what you're telling is true, but it's not that easy because very, 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 very old, sir. When my husband started the practice around 40 years back, okay, those things to get it digitalized is not that easy. What you say is a solution, but is that there is no person who can help as far as we are concerned. പൈസ കൊടുത്താൽ ഇതിനെല്ലാം സഹായിക്കാനായിട്ട് ഇന്ന് നല്ല ഒരുപാട് ചെറുപ്പക്കാര് നാട്ടിൽ ഉണ്ട്. അത്രേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാം, അതല്ലേ. കാരണം നമ്മൾ ഈ ഒരു സാറ് പറഞ്ഞതുപോലെ ഈ ഒരു സ്പേസ് നമ്മൾ അവിടെ ഒഴിഞ്ഞ് ഫുള്ള് ഫില്ല് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ്.
ഇപ്പൊ ഉം. നോർമലായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല, അത് കാണുമ്പോൾ. പക്ഷെ ഇതിനെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് കൊണ്ടുവരും. എല്ലാം ഒരു ഫയലിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ കോപ്പി ഉം. എടുത്ത് വേറൊരു പിന്നെ ഇതിലാക്കി നമുക്കൊരു മെമ്മറി കാർഡൊക്കെ സൂക്ഷിക്കുക. കാരണം നമുക്ക് ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡ്, ആ പേപ്പർ ആ സമയത്ത് നമ്മൾ ഈ സെൽഫൊന്നും തിരഞ്ഞെടുക്കണ്ട, നേരെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നു, അതിന് പ്രിന്റ് എടുത്ത് കൊടുക്കുന്നു, സംഭവം ഒക്കെ ക്ലിയർ ആയി. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഉം. അവിടെ ഉണ്ട്. കോടതിക്കും അത് തന്നെയല്ലേ വേണ്ടത്. അപ്പൊ ആ ഒരു രീതി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ടുകളൊക്കെ നമുക്കൊന്ന് തടഞ്ഞു നിർത്താൻ പറ്റും, അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം ഈ വീട്ടില് പല വീട്ടുകളും പോയി കഴിഞ്ഞാൽ അലമാരിയിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിട്ട് ഡ്രസ്സുകളൊക്കെ Yes, ഉപയോഗിക്കും. yes, എന്തിനാണ് അത് yes, yes. എന്തിനാണത്? ആരെങ്കിലും ഉപയോഗിക്കോ? ആരെങ്കിലും എടുത്ത് കൊണ്ടുപോവോ? ഇനി പുറമക്കാരെങ്കിലും വന്നാൽ പോലും ആരും സ്വീകരിക്കാത്ത അവസ്ഥ. ഇതൊക്കെ ഒന്ന് എടുത്ത് Yes, കത്തിച്ച് sir. കളയാൻ പറഞ്ഞേ കത്തിച്ച് കളയാൻ പാടില്ല എന്ന്. ഉം. കാരണം എന്നാൽ അത് പ്രാക്ടിക്കലായി പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അതായത് Yes, yes. ചന്ദ്രരാജി എന്റെ കയ്യിലിരിക്കുന്ന ഒരു പെൻ ഡ്രൈവ് ആണ്. ഇപ്പോഴും പെൻ ഡ്രൈവ് ഒക്കെ ഒരു 1 No, sir, that GB all. ഉള്ള പെൻ ഡ്രൈവ് ഉണ്ട്. അതിലാണ് എന്റെ Mm. ഡോക്യുമെന്റ്സ് ഒരുപാട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. That's it. Okay, sir. ഉം. Yes, yes. We are doing it in hard disk. We are we have got 1 TB hard disk. We are doing that. But still, age does not permit. And as far as I have known, still in place like Palghat, we are still in the very, very initial stages, sir, of getting it into digitalized form. We are doing it. I'm not saying that we are not doing it. Off late ആയിട്ട് വന്നതുകൊണ്ട് വളരെ ഓൾഡ് ആയിട്ടുള്ളത്. സോ ഇത് വി ആർ ഗോയിങ് ഓഫ് ട്രാക്ക് ഫ്രം വാട്ട് നിസവ് സേഴ്സ് ടോപ്പിക് ഇസ്. ജസ്റ്റ് ഐ പാലക്കാട് വാണ്ടഡ്. അല്ലല്ല, ഒരു സെക്കൻഡ്. പാലക്കാട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പഠിക്കുന്ന പിള്ളേരെ 2-3 പേരെ കോൺടാക്ട് ചെയ്താൽ മതി, സൊല്യൂഷൻ എല്ലാം കിട്ടിക്കഴിയും. എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ്. ദാറ്റ്സ് ഇറ്റ്. യെസ്, യെസ്. ഓക്കെ ഓക്കെ എനിവേ താങ്ക് യു സർ. അന്നേരം നിസവ് സർ, എനിക്ക് ഒരുപാട് നോളജ് കിട്ടി. സാറുടെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ കയറിയതാണ്. ബിക്കോസ് ഐ എം സ്റ്റിൽ ഒരു ഇൻഫന്റ് സ്റ്റേജ് ആണ്. സൈക്കോളജി കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ കുറെ ടേംസ്, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദി സബ്ജക്ട്. സോ ഐ റിയലി താങ്ക് യു ഫോർ ഓൾ ദി ക്ലാസ്സസ് യു ടേക്ക്, എവറിത്തിങ്. സാറുടെ ഓരോ കാര്യങ്ങൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. ചിലത് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് സർ. ടുഡേ ഈസ് ഓൾസോ കുറെ ടേംസ് ഒക്കെ ആർ വെരി കോംപ്ലിക്കേറ്റഡ് ടേംസ്. എനിവേ താങ്ക്സ് എ ലോട്ട് ഫോർ ഇറ്റ് സർ. താങ്ക് യു മാം. ഓക്കെ, ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു സെഷന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഫ്രൈഡേ, നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഓക്കെ, സർ. ഗുഡ് നൈറ്റ്.